is Anaga again. So, നമ്മൾ എവിടെ നിർത്തിയ അവിടുന്ന് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇത് ഇത്ര എടുക്കുമ്പോഴത്തേക്ക് ഭയങ്കര ലോങ് വീഡിയോ ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എടുക്കുന്നത്. നമ്മൾ ലോഡ് ചെയ്യാനും ഒക്കെ എളുപ്പമുണ്ട്. ഓക്കെ, യെസ്. എന്തോ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ എക്സ്പീരിയൻസ് വരെ പറഞ്ഞു നിർത്തിയായിരുന്നു അല്ലേ. ക്വാളിഫിക്കേഷൻസ് ഇവിടെ തൊട്ട് ഞാൻ പറയാം. ഇറ്റ്സ് ഓക്കെ ഫോർ മീ. റിസർച്ച് അസിസ്റ്റന്റിന് ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി വേണം. മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ റെലവെന്റ് ഡിസിപ്ലിനറി വേണം. പിന്നെ പ്രയർ എക്സ്പീരിയൻസ് ഇൻ റിസർച്ച് പ്രൊജക്ട് ഓർ ഇന്റേൺഷിപ്സ് മേ ബി റിസർച്ച് പ്രൊജക്ടുകളിലോ ഇന്റേൺഷിപ്പിലോ അല്ലോ ഇതിന് മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് വുഡ് ബി റിയലി ഹെൽപ്ഫുൾ. ഏനാ യെസ്. എന്താണ് സോ അത് പിന്നെ സെലക്ഷൻ യൂഷ്വലി ത്രൂ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്സ് ആണ് അവർക്ക്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് നോട്ടീസസ് ഓൺ ഓർഗനൈസേഷൻ വെബ്സൈറ്റ്സ് ഓർ ത്രൂ റെഫറബിൾ ഫാക്കൽറ്റി മെമ്പർ. അല്ലെങ്കിൽ ഒന്നുകിൽ വെബ്സൈറ്റിൽ കൂടെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ത്രൂ വെബ്സൈറ്റ് നോട്ടിഫിക്കേഷൻസ് ആയിരിക്കും. നോട്ടീസസ് ഓൺ ഓർഗനൈസേഷൻ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഫാക്കൽറ്റി റെക്കമെൻഡേഷൻ ആയിരിക്കും. ആപ്ലിക്കൻസ് ആർ ഫോളോഡ് ബൈ ആപ്ലിക്കേഷൻസ് ആർ ദെൻ ഫോളോഡ് ബൈ ഇന്റർവ്യൂ അവർക്ക് എന്തെങ്കിലും കാണും. സംടൈംസ് ചില സമയത്ത് what will happen, റിട്ടേൺ ടെസ്റ്റും കാണാറുണ്ട്. ഇറ്റ്സ് നോട്ട് ഓൾവേസ് മാൻഡേറ്ററി. സംടൈംസ് കാണപ്പെടാറുണ്ട്. ഓക്കെ. കൂൾ. അതോടെ അത് കഴിഞ്ഞിരിക്കുന്നു. വെയിറ്റ് സെക്കൻഡ്, പേജ് മാറിപ്പോയെന്ന് തോന്നുന്നു. പേജ് ചെറുതായിട്ട് മാറിപ്പോയതാ. ബട്ട് ഈ പേജ് അത് കഴിഞ്ഞിട്ട് വരും. യെസ്, ബാക്കി കറക്റ്റ്. ഡോണ്ട് യു വറി. നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് ലാബ് ടെക്നീഷ്യൻസിനെ പറ്റിയിട്ടാണ്. എന്തിനെ പറ്റിയിട്ടാണ്? ലാബ് ടെക്നീഷ്യൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി അടുത്ത് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, വെരി ഗുഡ്. ലാബ് ടെക്നീഷ്യൻസിനെ പറ്റി പറയുമ്പോൾ first is job profile. Lab technicians assist scientists and researchers in conducting experiments, maintaining laboratory equipments, preparing samples and ensuring lab safety protocols. They play a crucial role in the day-to-day operations of the laboratory and research faculty. Yes, അതാണ് അവരുടെ റോൾ എന്ന് പറയുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. കൈൻഡ് ഓഫ് ഒരു അസിസ്റ്റന്റ്, സയന്റിഫിക് അസിസ്റ്റന്റ് അല്ലെങ്കിൽ റിസർച്ച് അസിസ്റ്റന്റിനെ പോലെ തന്നെ they are gonna assist the scientists and researchers. ഇവരുടെയും ഡ്യൂട്ടി എന്താണ്? അസിസ്റ്റ് ചെയ്യുകയാണ്. ആരെയാണ്? സയന്റിസ്റ്റ് ആൻഡ് റിസർച്ചേഴ്സിനെ. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ കണ്ടക്ടിങ് എക്സ്പെരിമെന്റ്സ്, മെയിൻറ്റെയിനിങ് ദ ലബോറട്ടറി എക്യുപ്മെന്റ്സ്. അവിടെ നമ്മൾ പറഞ്ഞു മെയിൻറ്റെയിനിങ് ദ എക്യുപ്മെന്റ്സ്. ലുക്ക് ഓവർ. ഇവിടെ കളക്ടിങ് ഡേറ്റ, അനലൈസിങ് ദ റിസൾട്ട്സ്, മെയിൻറ്റെയിനിങ് എക്യുപ്മെന്റ്സ് ആൻഡ് പ്രിപ്പയറിംഗ് റിപ്പോർട്ട്സ് ആയിരുന്നു അവരുടെ ഡ്യൂട്ടിയിൽ വന്നുകൊണ്ടിരുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് മെയിൻറ്റെയിനിങ് ലബോറട്ടറി എക്സ്പെരിമെന്റ്, പ്രിപ്പയറിംഗ് സാമ്പിൾസ്. അവിടെ കളക്ടിങ് ഡേറ്റ ആൻഡ് പ്രിപ്പയറിംഗ് റിസൾട്ട്സ് ആയിരുന്നു അല്ലേ. പ്രിപ്പയറിംഗ് റിപ്പോർട്ട്സ് ആയിരുന്നെങ്കിൽ ഇവിടെ പ്രിപ്പയറിംഗ് സാമ്പിൾസ് ആണ്. എൻഷുറിങ് പിന്നെ ലാബ് സേഫ്റ്റി പ്രോട്ടോകോൾസ് ഒക്കെ അവർ എൻഷുർ ചെയ്യും. ഇതൊക്കെയാണ്. പിന്നെ ഇറ്റ് പ്ലേസ് എ വെരി ക്രൂഷ്യൽ റോൾ ഇൻ ദ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഓഫ് എ ലബോറട്ടറി ആൻഡ് ഓപ്പറേഷൻസ് ഇൻ ലബോറട്ടറി ആൻഡ് റിസർച്ച് റിസർച്ച് ഫാക്കൽറ്റിയിൽ അവർ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ യെസ്, ഇതൊക്കെ നോക്കി, ഇത് വെരി സ്മോൾ ആണ്. നോക്കി, ഇത്രയൊക്കെ ഉള്ളൂ. ഇതോടെ ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ലാബ് ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ആനിമൽ കീപ്പേഴ്സ്. വെരി സ്മോൾ ആണ്. ഇനി തൊട്ടുള്ള എല്ലാം വെരി വെരി ചോട്ടു സ്മോൾ സാധനങ്ങളാണ്. ഓക്കെ, സോ ഇറ്റ് ഈസി.
അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ. ലാബ് ടെക്നീഷ്യൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ലാബ് ടെക്നീഷ്യൻസ്, യെസ്, ലാബ് ടെക്നീഷ്യൻസ് അസിസ്റ്റ് സയന്റിസ്റ്റ് ആൻഡ് റിസർച്ചേഴ്സ് ഇൻ കണ്ടക്ടിങ്, അതൊക്കെ നമ്മൾ പറഞ്ഞു. യെസ്. റിക്രൂട്ട്മെന്റ് പ്രോസസ്സസ് എന്ന് പറയുമ്പോൾ ക്വാളിഫിക്കേഷൻ, ഡിപ്ലോമ ഓർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലബോറട്ടറി ടെക്നോളജി, ബയോടെക്നോളജി ഓർ റിലേറ്റഡ് ഫീൽഡ്. അപ്പോൾ ഇവർക്ക് ഒന്നെങ്കിൽ ഡിപ്ലോമ വേണം. വൺസ് ദേ നീഡ് എ ഡിപ്ലോമ ഓർ ദേ നീഡ് എ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലബോറട്ടറി ടെക്നോളജിയിൽ അല്ലെങ്കിൽ ബയോടെക്നോളജി ഓർ റിലേറ്റഡ് ഫീൽഡിൽ അവർക്ക് അതുണ്ടെങ്കിൽ ലാബ് ടെക്നീഷ്യൻ ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യാം. ഓക്കെ. മൈക്രോബയോളജി പറ്റുമെന്ന് തോന്നുന്നല്ലോ, ഐ ഡോണ്ട് നോ. എന്താണ് മൈക്രോബയോളജിസ്റ്റിനും ഈ പൊസിഷനിലോട്ട് ലാബ് ടെക്നീഷ്യൻ എന്ന് പറഞ്ഞ പൊസിഷനിലോട്ട് വർക്ക് ചെയ്യാം. സോ ദ ക്വാളിഫിക്കേഷൻ ഇസ് വാട്ട്? വൺസ് യു നീഡ് എ ബാച്ചിലേഴ്സ് ഡിഗ്രി ഓർ എ ഡിപ്ലോമ ഇൻ ലബോറട്ടറി ടെക്നോളജി, ബയോടെക്നോളജി ഓർ റിലേറ്റഡ് ഫീൽഡ്. അതിൽ മൈക്രോബയോളജി ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ. യെസ്. ദ എക്സ്പീരിയൻസ് ഇൻ ലബോറട്ടറി പ്രൊസീജിയേഴ്സ് ആൻഡ് ടെക്നിക്സ് ആർ പ്രിഫേർഡ്. ഒരു ദോ ദാറ്റ് ഇസ് കോമൺ സെൻസ് അവിടെ എന്താ രണ്ടാൾക്കാരുണ്ട്, ഒരെണ്ണം എക്സ്പീരിയൻസ് ഉള്ളത്, മറ്റേതിന് എക്സ്പീരിയൻസ് ഇല്ലാത്തത്. അപ്പൊ യു ആർ ദ ഇന്റർവ്യൂവർ. അപ്പൊ ഒരാൾക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അല്ലെങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ യു ഗോണ പ്രിഫർ ദം. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം അവർക്ക് ലാബുമായിട്ട് നല്ല പരിചയമുണ്ട്. തിയറി മാത്രമല്ല, പ്രാക്ടിക്കൽ നോളജസ് ക്വൈറ്റ് എന്താണ് കുറച്ചെങ്കിലും അവരിലുണ്ട്. യു കൻ സേ ക്വൈറ്റ് ഹൈ ആൻഡ് ഓൾ, ബിക്കോസ് നിങ്ങൾ കണ്ടിട്ടില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് ദേ ഹാവ് ഡൺ സംതിങ്. അപ്പൊ ലബോറട്ടറി പ്രൊസീജിയേഴ്സും ടെക്നിക്സും അവരുടെ പ്രോട്ടോകോൾസ്, ലാബ് സേഫ്റ്റി പ്രോട്ടോകോൾസും അതും ഇതും ഒക്കെ അവർക്ക് സ്റ്റെറൈൽ എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യാനും അതും ഇതും ഒക്കെ അവർക്ക് ഏകദേശം അറിയാം എന്നുള്ളതാണ് നിങ്ങളുടെ വിശ്വാസം. സോ ദാറ്റ്സ് വാട്ട് വി സേ. എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എക്സ്പീരിയൻസ് ഇസ്, യെസ്, experience in laboratory procedures, experience in laboratory procedures and techniques, laboratory procedures and techniques are preferred. Yes. That is preferred. Selection कैसे हो जाता है? Okay, selection is through selection, similar to research assistant itself. It is very similar to research assistant, because the job that these people do are also very similar, right? Hmm. That is also very very similar. നമ്മുടെ എന്താണ് പറയുന്നത്, അസിസ്റ്റന്റ്, റിസർച്ച് അസിസ്റ്റന്റ് ചെയ്യുന്ന ഏകദേശം അതേപോലത്തെ പണികൾ തന്നെയാണ് ഇവരും ചെയ്യുന്നത്. ഇവരെന്തോ ചെയ്യുന്നത്, സയന്റിസ്റ്റുകളെ അല്ലെങ്കിൽ റിസർച്ചേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക, ബിക്കോസ് ഫോർ ദ സ്മൂത്ത് റണ്ണിങ് ഓഫ് ദ എന്താണ് ഇത് നമ്മുടെ എന്താണ് സ്മൂത്ത് ഓപ്പറേഷൻ ഓഫ് ദ റിസർച്ച് പ്രോജക്ട്സ്. അത് തന്നെ നമ്മുടെ ലാബ് ടെക്നീഷ്യൻസും ചെയ്യുന്നത്. അവരുടെ പരിപാടികൾ വെച്ച് ഇങ്ങോട്ടും അങ്ങോട്ട് മാറുന്നുണ്ട്. അവരെന്തോ ചെയ്യുന്നത്, കളക്ടിങ് ഡേറ്റാസ്, പ്രിപ്പയറിംഗ് റിപ്പോർട്ട്സ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ ചെയ്യുന്നത്. അനലൈസിങ് റിസൾട്ട്സ്, മെയിൻറ്റെയിനിങ് എക്യുപ്മെന്റ്സ്. ഇവരാണെങ്കിൽ മെയിൻറ്റെയിനിങ് ലബോറട്ടറി എക്യുപ്മെന്റ്സ്, പ്രിപ്പയറിംഗ് സാമ്പിൾസ്, എൻഷുറിംഗ് ലാബ് സേഫ്റ്റി പ്രോട്ടോകോൾസ്. ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളല്ല, വേറൊന്നും വലുതായിട്ട് വരുന്നില്ല അല്ലേ. സോ അവർക്ക് എന്താണ് അവര് സെയിം രീതിയിൽ തന്നെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നതെന്ന് ഓർത്ത് വെച്ചു. സിമിലർ ടു അസിസ്റ്റന്റ്, റിസർച്ച് അസിസ്റ്റന്റ് നമ്മൾ എങ്ങനെയാണ് റിക്രൂട്ട് ചെയ്യുന്നത് ഇവരെ? റിക്രൂട്ട്മെന്റ് ഇസ് ത്രൂ ഡയറക്റ്റ് അഡ്വർടൈസ്മെന്റ്. ആണ് ഡയറക്റ്റ് അഡ്വർടൈസ്മെന്റ്. Direct advertisement or referral followed. ഒന്നെങ്കിൽ direct advertisement അല്ലെങ്കിൽ referral followed by interview or once it is interview or practical demonstration of lab skill. അവിടെ മറ്റേത് research assistant they just have an interview and sometimes written examinations are there, but over here it is interview or practical demonstration. അവിടെ written examination കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. കമ്പാരിറ്റീവ്ലി പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷൻ ആണ് അവിടുത്തെ കാര്യം. റൈറ്റ്. എക്സ്പീരിയൻസ് ഒക്കെ നോക്കാം. യെസ്. ഓക്കെ.
നിങ്ങളിപ്പോൾ ഒരു 12th ക്ലാസ് പാസ്സായ കുട്ടിയാണ്, ഇപ്പം കറൻ്റ്ലി BSc പെർസ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് എന്തോ പറയുന്നത്, ഇപ്പം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ്റെ പേര് വേണം നമ്മൾ പഠിച്ചത്. ആലോചിക്കും, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുവാണേ, ആലോചിക്കൂ. കിട്ടിയോ? എൻ്റെ പ്രതീക്ഷ നിങ്ങൾക്ക് കിട്ടിക്കാണും എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഉത്തരം ബീറ്റ് ഓഫീസർ എന്നുള്ളതാണ്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ 12th ക്വാളിഫിക്കേഷൻസ് ആണ് മിനിമം ഒരു 12th സ്റ്റാൻഡേർഡ് പാസ് ആയിരിക്കണം നിങ്ങൾക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആവണമെങ്കിൽ. ഓക്കെ, യെസ്, ഇങ്ങനത്തെയൊക്കെ ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിക്കും കേട്ടോ. ഓക്കെ, ഇനി ഇപ്പം നിങ്ങൾക്ക് BSc മാത്രമേ ഉള്ളൂ, MSc നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പെർസ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 5 ജോബിനെ പറ്റി പറയൂ. അത് UPSC ആയിരിക്കാം, PSC ആയിരിക്കാം, എന്തുവാകാം. ആലോചിക്കാമല്ലോ. ഓക്കെ, എൻ്റെ പ്രതീക്ഷ കിട്ടിക്കാണും എന്നുള്ളതായിരിക്കും. കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇപ്പം പറയാം. ഫസ്റ്റ് UPSC ജോബ്സിൽ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ IFS ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഉണ്ട്, നമുക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി വെച്ചിട്ടാക്കാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് CDS ഉണ്ട്, കമ്പൈൻഡ് ഡിഫൻസ് സർവീസസ്, അതും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഉള്ളത് ഇത് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ് ഉണ്ട്, CAPF ഉണ്ട്. ബേസിക്കലി നമ്മൾ പഠിച്ചേക്കുന്ന എല്ലാ UPSC എക്സാമിനേഷൻസും BSc ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ നമുക്ക് വരുന്നത് ഇതാണ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറിന് BSc ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ബീറ്റ് ഓഫീസറിനും അപ്ലൈ ചെയ്യാം, പക്ഷെ അതിന് മിനിമം ക്വാളിഫിക്കേഷൻ 12th ആണ്. പിന്നെ അസിസ്റ്റന്റ് സയന്റിഫിക് അസിസ്റ്റന്റ് അല്ലെങ്കിൽ റിസർച്ച് അസിസ്റ്റന്റ് നമുക്ക് BSc ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. MSc ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം, BSc ഓർ MSc എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ലാബ് ടെക്നീഷ്യന് നമുക്ക് എന്തുവാണ് പറയുന്നത്, BSc ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, യെസ്. സോ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് BSc വെച്ചിട്ടും ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാം ഗൈസ്. ഓക്കെ, ഇതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിസർച്ച് ഫീൽഡിലുള്ള ജോബുകളൊക്കെ നമ്മൾ ഏകദേശം പറഞ്ഞു തീരും. ഓക്കെ, ഇനി അടുത്ത ജോബ്സ് ഇൻ NGOs ആണ് നമ്മൾ വരാൻ പോകുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഇത്രയല്ല, ഇത് കഴിഞ്ഞിട്ട് ഓക്കെ. അപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു, നമ്മൾ UPSC പറഞ്ഞു, നമ്മൾ PSC പറഞ്ഞു, പിന്നെ നമ്മൾ റിസർച്ച് ഫീൽഡിലുള്ള ജോബ്സും പറഞ്ഞു. ഓക്കെ, യെസ്, അതിലെ ലാസ്റ്റ് വേണം കൂടെ പറഞ്ഞ് അതങ്ങ് തീരും ഗൈസ്, നമുക്കതങ്ങ് പറയാം. ആനിമൽ ഹൗസ് കീപ്പേഴ്സിന്റെ ജോലി എന്താണ്? ആനിമൽ ഹൗസ് കീപ്പേഴ്സിന്റെ ജോലി എന്ന് പറയുന്നത് ജോബ് പ്രൊഫൈൽ. ആനിമൽ ഹൗസ് കീപ്പേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ കെയർ, ഫീഡിംഗ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ലബോറട്ടറി ആനിമൽസ് യൂസ്ഡ് ഇൻ റിസർച്ച് എക്സ്പെരിമെന്റ്സ്. സാധാ പശു ഫാമിൽ വളർത്തുന്ന ആൾക്കാരെ നോക്കുന്നതാണോ ഈ ആനിമൽ ഹൗസ് കീപ്പേഴ്സ് എന്ന് പറയുന്നത്? പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നും, പക്ഷെ അതല്ല സംഭവം. ഓക്കെ, നമ്മൾ എവിടെയായിരുന്നു? നമ്മൾ ഇവിടെയായിരുന്നു. ആനിമൽ ഹൗസ് കീപ്പേഴ്സ് ജോബ് പ്രൊഫൈൽ. ആനിമൽ ഹൗസ് കീപ്പേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ കെയർ, ഫീഡിംഗ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ദ ലബോറട്ടറി ആനിമൽസ് യൂസ്ഡ് ഇൻ റിസർച്ച് വർക്ക്സ്. നമ്മൾ പല ആനിമൽസിനെ റിസർച്ച് വർക്കിനൊക്കെ ആയിട്ട് ഉപയോഗിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവത്തില്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടാവും ഒരുപാട് എക്സ്പെരിമെന്റ്സിൽ എലികളെ ഉപയോഗിച്ചിട്ടുള്ള പോലെ. അപ്പൊ ഈ എലികളൊക്കെ നമ്മൾ ഈ
റിസർച്ച് വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന ആനിമൽസ് ആണ് അല്ലേ. അപ്പൊ ആ കൈൻഡ് ഓഫ് ആനിമൽസിന് ഭക്ഷണം കൊടുക്കണം, അവർക്ക് വേണ്ട കെയർ കൊടുക്കണം, അല്ലെങ്കിൽ അവരിൽ ഒരു എക്സ്പെരിമെന്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അവരെ നന്നായിട്ട് നമ്മൾ കെയർ ചെയ്ത് വെച്ചാലേ അവരുടെ ലൈഫ് സസ്റ്റെയിൻ ചെയ്ത് പോകാനും നമുക്ക് നമ്മുടെ ഹോൾ റിസൾട്ട് അവരുടെ ബോഡിയിലാണ് ഇരിക്കുന്നത്. അവരുടെ മെഡിസിൻ അവരിൽ നമ്മളിപ്പം ഒരു വൈറസ് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു, എന്നിട്ട് നമ്മൾ അവരിലാണ് എക്സ്പെരിമെന്റ് ചെയ്ത് ഓരോരോ മെഡിസിൻസ് നോക്കുന്നത്. നമ്മൾ അവരിലാണ് ഒബ്സർവ് ചെയ്യുന്നത് ആ രോഗം മാറിയോ ഇല്ലയോ. ആദ്യത്തെ മെഡിസിൻ കൊടുത്തപ്പോൾ മാറിയില്ല, രണ്ടാമത് കൊടുത്തപ്പോൾ മാറിയില്ല, മൂന്നാമത്തെ കൊടുത്തപ്പോൾ ചെറുതായിട്ടൊക്കെ മാറാനായിട്ട് തുടങ്ങി. അപ്പൊ അത്രയും പ്രൊസീജിയേഴ്സ് നടക്കണമെങ്കിൽ അവർക്ക് അത്യാവശ്യം കെയറും ഒക്കെ വേണം. അപ്പൊ അതെല്ലാം ചെയ്യുന്നതാണ് നമ്മുടെ ആനിമൽ ഹൗസ് കീപ്പേഴ്സ് ചെയ്യുന്ന ജോലി. ഓക്കെ, കെയർ, ഫീഡിങ് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ലബോറട്ടറി ആനിമൽ യൂസ്ഡ് in research experiments. They ensure the well-being and health of animals, maintain cleanliness of animal faculty in animal എന്താണ് faculty അല്ല facilities and assist researchers in handling animals during experiment. അപ്പൊ ഇവരെന്തുവാ ചെയ്യുന്നത്, ഇവര് പറഞ്ഞ അവരുടെ ആനിമൽസിന്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. വെൽബീയിങ് ആൻഡ് ഹെൽത്ത്, എൻഷുർ ദാറ്റ് ദ വെൽബീയിങ് ആൻഡ് ഹെൽത്ത് ഓഫ് ആനിമൽസ് ഇസ് മെയിൻറ്റെയിൻഡ്. പിന്നെ വൃത്തിയോടെ വെക്കണം, എന്നാൽ എക്സ്പെരിമെന്റ്സും അതും ഇതും എല്ലാം നടക്കുകയാണ്. അപ്പോൾ അവർക്ക് ഒരു തരത്തിലും വേറെ ഒരു രോഗം പോലും ഉണ്ടാവാതിരിക്കാനായിട്ട് അത്യാവശ്യം നല്ല വൃത്തിയോടെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അപ്പം മെയിൻറ്റെയിൻ ക്ലെൻലിനെസ് ഇൻ ആനിമൽ ഫെസിലിറ്റീസ് ആൻഡ് അസിസ്റ്റ്. എന്നിട്ട് പിന്നെ ഈ ആനിമൽസിനെ ഹാൻഡിൽ ചെയ്യാൻ റിസർച്ചേഴ്സിനെ റിസർച്ചേഴ്സ് അസിസ്റ്റ് ചെയ്യും റിസർച്ചേഴ്സിനെ എന്തിനാണ്, ആനിമൽസിനെ ഹാൻഡിൽ ചെയ്യാൻ ഡ്യൂറിങ് ദ എക്സ്പെരിമെന്റ്സ്. ഇതാണ് അവരുടെ ജോലി എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ഇനി ഇവരുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എങ്ങനെയായിരിക്കും. റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ ഫസ്റ്റ് തന്നെയാണ് ക്വാളിഫിക്കേഷൻ. മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വേരീസ് ബട്ട് ജനറലി ഇൻക്ലൂഡ്സ് എക്സ്പീരിയൻസ് ഇൻ ആനിമൽ കെയർ ആൻഡ് വെറ്റിനറി അസിസ്റ്റൻസ്. ഓക്കെ, അപ്പം എന്താണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ വളരെ മിനിമൽ ആയിട്ടുള്ള ഏതെങ്കിലും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനെ അവർ പ്രിഫർ ചെയ്യാറുള്ളൂ. വലിയ PhD വേണം, MSc വേണം, അങ്ങനെയൊന്നും അവർ പറയല്. വളരെ മിനിമം ആയിട്ടുള്ള ഏതെങ്കിലും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് അവർ ചോദിക്കുന്നത്. പക്ഷേ ദർ ഇസ് വൺ തിങ് വെരി കമ്പൽസറി ദാറ്റ് എന്തുവാ അത്, ആനിമൽ കെയറിൽ അല്ലെങ്കിൽ വെറ്റിനറി അസിസ്റ്റൻസി അവർക്ക് എക്സ്പീരിയൻസ് കാണണം. അതില്ലാതെ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. രണ്ടും കൂടി ഇല്ലാതെ എങ്ങനെയാണ് ശരിയാവുന്നത്. ഒന്നെങ്കിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമുക്ക് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഇത് വേണം. ഇതിൽ നമ്മൾ ആനിമൽ കെയറിലെ ഇതിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും കൊണ്ട് എന്താ ചെയ്യാൻ വേണം, എഡ്യൂക്കേഷൻ വേണം. പക്ഷെ കൂടുതൽ നമ്മൾ അറിയേണ്ടത് അവരെ നോക്കാനായിട്ട് ഉള്ള എബിലിറ്റിയാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തുമായിരിക്കും നോക്കുന്നത്, നമ്മൾ എക്സ്പീരിയൻസ് ഇൻ ആനിമൽ കെയർ ഓഫ് വെറ്റിനറി അസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ വിൽ ബി ലുക്കിംഗ് ഫോർവേഡ് ടു. ഇതിലാണ് എക്സ്പീരിയൻസ് ഇൻ ആനിമൽ കെയർ ആൻഡ് വെറ്റിനറി അസിസ്റ്റൻസ്. ഓക്കെ, യെസ്. പിന്നെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് എക്സ്പീരിയൻസ്, പ്രയർ എക്സ്പീരിയൻസ് ഇൻ ആനിമൽ ഹാൻഡ്ലിംഗ് ഇസ് പ്രിഫേർഡ്. പ്രയർ എക്സ്പീരിയൻസ് ഇൻ ആനിമൽ ഹാൻഡ്ലിംഗ് ഇസ് പ്രിഫേർഡ് ചെയ്യും. ഓക്കെ, യെസ്. ആനിമൽ ഹാൻഡ്ലിംഗിൽ പ്രയർ എക്സ്പീരിയൻസ്, പ്രയർ എന്ന് വെച്ചാൽ മുൻപരിചയം വേണം. എക്സ്പീരിയൻസ് കുറച്ച് നല്ല എക്സ്പീരിയൻസ് വേണം ഇൻ ആനിമൽ ഹാൻഡ്ലിംഗ്, ആനിമൽസിനെ ഹാൻഡിൽ ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരു എക്സ്പീരിയൻസ്, ഒരു ടെക്നിക്ക് വേണം. ടെക്നിക്കൊക്കെ അറിയാവുന്നവരായിരിക്കണം. പിന്നെ സെലക്ഷൻ ജോബ് openings are usually advertised on research center website or through specialized recruitment agencies. Selection involves സെലക്ഷൻ എങ്ങനെയാണ്, അഡ്വർടൈസ്മെന്റ് ത്രൂ ദർ വെബ്സൈറ്റ് ആണ്, വെബ്സൈറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ത്രൂ ദ റിസർച്ച് ത്രൂ റിസർച്ച് സെന്റർ വെബ്സൈറ്റ് ഓർ സ്പെഷ്യലൈസ്ഡ് റിക്രൂട്ട്മെന്റ് ഏജൻസീസ് ഉണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റ്. ഇപ്പം MBBSും BDSും അതും ഇതും എല്ലാം റിക്രൂട്ട്മെന്റ് ചെയ്തുകൊണ്ടിരുന്നത് ഏത്
എക്സാമിനേഷനിലൂടെയാണ്, നീറ്റിന്റെ എക്സാമിനേഷനിലൂടെയായിരുന്നു. അപ്പൊ നീറ്റ് നടത്തിക്കൊണ്ടിരുന്ന എൻ ഡി ആയിരുന്നു. എൻ ഡി ആണെങ്കിൽ അപ്പൊ അവര് ഈ നീറ്റ് റിലേറ്റഡോ അതിന്റെ ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കൗൺസിലിങ്ങിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള അതെല്ലാത്തിന്റെയും ഇൻഫർമേഷൻസ് വരുന്നത് എവിടെ ആയിരിക്കും? ഒബ്വിയസ്ലി നമ്മുടെ എന്താണ് എൻ ടിയുടെ വെബ്സൈറ്റിലായിരിക്കണമല്ലോ, അല്ലാതെ വേറെ വെബ്സൈറ്റിലാവത്തില്ലല്ലോ. സോ അതാണ് അവർ ഉദ്ദേശിച്ചത്. ഒന്നെങ്കിൽ റിസർച്ച് സെന്റർ വെബ്സൈറ്റിൽ വരും, റിസർച്ച് സെന്ററിന്റെ വെബ്സൈറ്റിൽ വരും, അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് റിക്രൂട്ട്മെന്റ് ഏജൻസീസിലായിരിക്കും, ഓർ ത്രൂ സ്പെഷ്യലൈസ്ഡ് റിക്രൂട്ട്മെന്റ് ഏജൻസീസ് ആയിരിക്കും. ആൻഡ് ഇവരുടെ സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, സെലക്ഷൻ പ്രോസസ് ഇൻക്ലൂഡ്സ് ഫസ്റ്റ് ഇന്റർവ്യൂ കാണും, പിന്നെ സെക്കൻഡ് അസസ്മെന്റ് ഓഫ് ആനിമൽ ഹാൻഡ്ലിംഗ് സ്കിൽസ്. ആനിമൽ ഹാൻഡിൽ സ്കിൽസും അവർ നോക്കും, എത്ര നന്നായിട്ട് അവരൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, ആനിമൽസ് എത്ര നന്നായിട്ട് ഇവരുടെ കൂടെ ഇണങ്ങുന്നുണ്ട്, അതെല്ലാം അവർ നോക്കും. അതിന്റെ ബേസിസിലായിരിക്കും സെലക്ഷൻ നടക്കാൻ പോകുന്നത്. ഓക്കെ, ഇതോടെ നമ്മുടെ റിസർച്ചിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. റിസർച്ച് സെന്റേഴ്സിലെ ജോബ് എല്ലാം കഴിഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയുണ്ട് ജോബ് റിസർച്ച് സെന്റേഴ്സിൽ? ഫസ്റ്റ് സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം, പിന്നെ സയന്റിഫിക് അല്ലെങ്കിൽ റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ലാബ് ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ആനിമൽ ഹൗസ് കീപ്പേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാം നമുക്ക്. ഓക്കെ, യെസ്, ഇത്രയും കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ജോബ്സ് ഇൻ എൻ ജി ഒസ് എന്ന് പറയുന്നതാണ് അടുത്തത്. ഓക്കെ, 2 സെക്കൻഡ് നിങ്ങൾ എടുത്തോ. ഓക്കെ, ഓക്കെ, നമുക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഓക്കെ, ഫൈൻ. എൻ ജി എവിടെ വെക്കും നമുക്ക്? ഓക്കെ, എൻ ജി ഒന്റെ ഫുൾ ഫോം അറിയാവുന്ന ആരൊക്കെയാണ്? അറിയാവുന്നവർ കമന്റ് ചെയ്യുക ഗൈസ്, അല്ലാത്തവർക്ക് ഞാൻ ഇപ്പം എഴുതി കാണിക്കാം. ഓക്കെ, NGOയുടെ ഫുൾ ഫോം എന്ന് വെച്ചാൽ എന്തുവാണ്? നോൺ വരട്ടെ, അറിയാവുന്നവരുടെ ഭാഗത്തുനിന്ന് വരട്ടെ. നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. ഓക്കെ, ഓക്കെ, ഇതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. എന്തോ ഒരു തെറ്റുണ്ട്. ഓക്കെ ഗൈസ്, കുറച്ച് ഡെക്കറേഷൻ ഒക്കെയാണ്. ഓക്കെ, നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്ന ജോബ്സ് ഇൻ എൻ ജി ഒസിനെ പറ്റിയാണ്. ദാറ്റ് ഈസ് എൻ ജി ഒസ് ഏതൊക്കെയാണ്? WWF, വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ, വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. പിന്നെ ATREE, വിച്ച് ഇസ് അശോക ട്രസ്റ്റ് ഫോർ റിസർച്ച് ഇൻ എക്കോളജി ആൻഡ് എൻവയോൺമെന്റ്. പിന്നെ വൈൽഡ് ലൈഫ് SOS, വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, സെന്റർ ഫോർ വൈൽഡ് സ്റ്റഡീസ്, സെന്റർ ഫോർ വൈൽഡ് ലൈഫ് സ്റ്റഡീസ്,
CWS, and Conservation Foundation NCF offer various job opportunities for zoology graduates and postgraduates. Some typical job roles include എന്ന് പറഞ്ഞിട്ട് കുറെ ജോബുകളുണ്ട്. ഏതൊക്കെയാന്ന് നമുക്ക് റഫായിട്ട് പോകാലോ. വൈ നോട്ട്? ആ അത് ഞാൻ വിചാരിച്ചു ഒറ്റ എണ്ണേ ഉള്ളൂ ഒന്ന്. ഓക്കെ. വൈൽഡ് ലൈഫ് ബയോളജിസ്റ്റ് ഓർ റിസർച്ചർ, വൈൽഡ് ലൈഫ് റിസർച്ചർ, പിന്നെ എന്താണ് കൺസർവേഷൻ ഓഫീസർ കോർഡിനേറ്റർ, പിന്നെ ഫീൽഡ് ബയോളജിസ്റ്റ്, ബയോളജിസ്റ്റ്, വെയിറ്റ് അഗൈൻ ഓവർ ഹിയർ ഇറ്റ് ഇസ് ബയോളജിസ്റ്റ് അല്ലേ, സോറി വൈൽഡ് ലൈഫ് ബയോളജിസ്റ്റ് ഓർ റിസർച്ചർ. ഒന്നെങ്കിൽ വൈൽഡ് ലൈഫ്, ഫസ്റ്റ് ഇറ്റ് ഇസ് വൈൽഡ് ലൈഫ് ബയോളജിസ്റ്റ് അല്ലെങ്കിൽ റിസർച്ചർ ആണ്. പിന്നെ വരുന്നത് കൺസർവേഷൻ ഓഫീസർ ഓർ കോർഡിനേറ്റർ എന്ന പൊസിഷൻ ആണ്. പിന്നെ വരുന്നത് ഫീൽഡ് ബയോളജിസ്റ്റ് അല്ലെങ്കിൽ നാച്ചുറലിസ്റ്റ് ആണ്. പിന്നെ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷണർ ഓർ കമ്മ്യൂണിക്കേറ്റർ, പിന്നെ പ്രൊജക്ട് മാനേജർ, പോളിസി അനാലിസ്റ്റ് ഓർ അഡ്വക്കേറ്റ്, പിന്നെ എന്താണ് കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് കോർഡിനേറ്റേഴ്സ് ഒക്കെയാണ്. പിന്നെ എന്തുവാ, ഇത്രയൊക്കെ ഉള്ളൂ. ദിസ് ഇസ് വാട്ട്, ഇത്രയും പൊസിഷൻസ് ആണ് നമുക്ക് എൻ ജി ഒസിൽ ഒരു സുവോളജി ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റിന് കിട്ടാൻ പറ്റുന്നത്. ഇത് ഏതൊക്കെയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നൊന്ന് പഠിച്ചു വെച്ചാൽ നല്ലതായിരുന്നു. ഓക്കെ. 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 ആദ്യം വെരി ബേസിക് ആയിട്ട് WWF നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, വേൾഡ് വൈൽഡ് ഫണ്ട് ഫോർ നേച്ചർ. അത്യാവശ്യത്തിന് ഇപ്പം ഈ ക്ലാസ് കഴിയുന്നതിന്റെ മുന്നേ ഇതൊന്ന് പഠിച്ചു വെക്കാൻ നോക്കുക. വേൾഡ് വൈൽഡ് ഫണ്ട് ഫോർ നേച്ചറും, പിന്നെ എന്താണ് വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയും, വൈൽഡ് ലൈഫ് SOSും, കൺസർവേഷൻ ഫൗണ്ടേഷൻ NCF, അങ്ങനെ കുറച്ചായിട്ട് നമുക്ക് പഠിക്കാം. ഒരു ഇച്ചിരി എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കാനായിട്ട് നിന്ന് ഇത് കുറേ ഉണ്ട്. എന്താണ് ഇതിപ്പം ഞാൻ സ്ക്രീൻഷോട്ട് തന്നെ എടുത്ത് വെച്ചേക്കാം. സ്ക്രീൻഷോട്ട് തന്നെ എടുത്ത് വെച്ചേക്കുന്നത് 17 പേജ് ഉണ്ട്. ഇതിന്റെ കുറെ മുന്നേത്തെ പോർഷൻസ് ഒന്നും ഞാൻ എന്തുവാണ് പറയുന്നത്, ഞാൻ എടുത്തിട്ടില്ല നോട്ടിലൊന്നും, ഇവിടെ PDF ആക്കി ഇട്ടിട്ടില്ല. സോ അത്രയും സാധനങ്ങളിലെ കാണാൻ പഠിക്കാനാണ് നമുക്കുള്ളത്. ഇതിൽ ലോജിക്കലായിട്ടുള്ളതൊന്നും ഇല്ലല്ലോ. ഐ മീൻ ഇതൊക്കെ ലോജിക്കലാണ്, പക്ഷെ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് പോയി പഠിക്കാനായിട്ടുള്ളതൊന്നും ഇല്ല. ഇത് പ്യുവർ തിയറിയാണ്. അപ്പം നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ചായിട്ട് നമുക്ക് പഠിക്കാം. ഇപ്പം തൽക്കാലം NGOസിൽ വളരെ ഫ്യൂ എണ്ണത്തിനെ മാത്രം നിങ്ങളൊന്ന് പഠിച്ചു വെക്കാൻ നോക്കുക. പിന്നെ ബാക്കിയുള്ളവരെ വന്ന് പഠിക്കും. ഫസ്റ്റ് WWF എന്തുവാണത്? വേൾഡ് വൈൽഡ് ഫണ്ട് ഫോർ നേച്ചർ, വേൾഡ് വൈൽഡ് ഫണ്ട് ഫോർ നേച്ചർ. സെക്കൻഡ് എന്ന് പറയുന്നത് എന്തുമായിരിക്കും? വൈൽഡ് ലൈഫ് SOS, വൈൽഡ് ലൈഫ് SOS. തേർഡ് എന്ന് പറയുന്നത് എന്തുമായിരിക്കും? വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. വേൾഡ് വൈൽഡ് ഫസ്റ്റ് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ, സെക്കൻഡ് വൈൽഡ് ലൈഫ് SOS, തേർഡ് എന്ന് പറയുന്നത് വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, കൺസർവേഷൻ ഫൗണ്ടേഷൻ NCF, നേച്ചർ കൺസർവേഷൻ ഫൗണ്ടേഷൻ, വിട്ടുപോയത്, നേച്ചർ കൺസർവേഷൻ ഫൗണ്ടേഷൻ NCF. Okay.
ഓക്കെ, ഇത്ര എണ്ണം എന്തുകൊണ്ട് ഒന്നും കൂടെ പറഞ്ഞു നോക്കാം. ലാസ്റ്റ് ഫൈനൽ ടൈം നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. WWF ഫസ്റ്റ് എന്ന് പറയുന്നത് WWF ആണ്, വേൾഡ് വൈൽഡ് ഫണ്ട് ഫോർ നേച്ചർ. പിന്നെ വരുന്നത് വൈൽഡ് ലൈഫ് SOS. പിന്നെ വരുന്നത് വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. പിന്നെ നാഷണൽ കൺസർവേഷൻ ഫൗണ്ടേഷൻ, സോറി നേച്ചർ കൺസർവേഷൻ ഫൗണ്ടേഷൻ. ഇത്രയാണ്. ഓക്കെ, ഒന്നും കൂടെ പറയാം. WWF വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. സെക്കൻഡ് എന്ന് പറയുന്നത് വൈൽഡ് ലൈഫ് SOS. തേർഡ്, so yes, we are going to talk about wildlife biologist or researcher. അപ്പം wildlife biologist അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്ന കാര്യം എന്തുവാണ്? Conducts field researches on wild species, habitats and ecosystem. വൈൽഡ് സ്പീഷീസിലെ ഹാബിറ്റാറ്റ്സിൽ ഓർ എക്കോസിസ്റ്റത്തിൽ അവരെന്തോ ചെയ്യും? റിസർച്ച് നടത്തും. എവിടെയാണ് നടത്തുന്ന? വൈൽഡ് ലൈഫ് സ്പീഷീസ്, ഹാബിറ്റാറ്റ്സ് ആൻഡ് എക്കോസിസ്റ്റം. അതുപോലെ അവർ ചെയ്യുന്ന വേറൊരു കാര്യമാണ് കളക്ട്സ് ആൻഡ് അനലൈസ് ഡേറ്റാസ് ടു കോൺട്രിബ്യൂട്ട് ടു ദ കൺസർവേഷൻ എഫക്ട് ആൻഡ് മാനേജ്മെന്റ് പ്ലാൻസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിട്ടുള്ള അനലൈസ് ചെയ്ത് അവർ കളക്റ്റും ചെയ്യും അനലൈസും ചെയ്യും ഡേറ്റ. എന്തിനു വേണ്ടിയിട്ടാണ്? കൺസർവേഷന് വേണ്ടി കോൺട്രിബ്യൂട്ട് ടു ദ കൺസർവേഷൻ ആൻഡ് മാനേജ്മെന്റ് പ്ലാൻസ്. കൊളാബറേറ്റ് വിത്ത് ദ ലോക്കൽ പീപ്പിൾ ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ടു പ്രൊമോട്ട് ബയോഡൈവേഴ്സിറ്റി കോൺട്രിബ്യൂഷൻ. ആ ബയോഡൈവേഴ്സിറ്റി കോൺട്രിബ്യൂഷൻ, വൈൽഡ് ലൈഫ് ബയോഡൈവേഴ്സിറ്റി കോൺട്രിബ്യൂഷനിൽ വൈൽഡ് ലൈഫ് നമുക്ക് ചെയ്യുന്ന എന്തുവാ? അവർ വൈൽഡ് ലൈഫ് ബയോളജിസ്റ്റ് എന്തുവാ ചെയ്യുന്നത്? അവർ മെയിൻലി ചെയ്യുന്നത് കോൺട്രിബ്യൂട്ട് ചെയ്യുക, നമ്മുടെ കൺസർവേഷൻ എഫേർട്സ് കളക്ട് ചെയ്ത് അനലൈസ് ചെയ്യും ഡേറ്റാസ് ഒക്കെ. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ആ പരിപാടികളെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് അവർ ഉദ്ദേശിക്കുന്നത് കൺസർവേഷൻ എഫക്റ്റ് ആവുക. അവർക്ക് ആ വൈൽഡ് ലൈഫിനെ കൺസേർവ് ചെയ്യണം, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിനും ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി അതുമായിട്ട് ചുറ്റുപറ്റിയിരിക്കുന്ന ആൾക്കാരുമായിട്ട് കോപ്പറേറ്റ് ചെയ്യേണ്ട വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ലോക്കൽ കമ്മ്യൂണിറ്റീസും ആയിട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സും ഒക്കെ ആയിട്ട് അവർ കൊലാബറേറ്റ് ചെയ്യും. ഓക്കെ, യെസ്, അതാണ് നമ്മുടെ എന്താ പറയുന്നത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറിനെ പറ്റി. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ അല്ലല്ലോ, വൈൽഡ് ലൈഫ് ബയോളജിസ്റ്റ് അല്ലെങ്കിൽ റിസർച്ചറിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുമ്പം സ്റ്റേക്ക് ഹോൾഡർ എന്ന് വെച്ചാൽ പേഴ്സൺ വിത്ത് ആൻ ഇൻട്രസ്റ്റ് ഓർ കൺസേൺ ഇൻ സംതിങ്, എസ്പെഷ്യലി ആ ബിസിനസ്. ഇവിടെ അത് ബിസിനസ് അല്ല, ഇവിടെ ഇതായിരിക്കും എന്താണ് പറയുന്നത്, വൈൽഡ് ലൈഫുമായിട്ട് ഒരു പേഴ്സൺ വിത്ത് വിച്ച് ഇസ് a person who is having an interest or concern on something. ഒരു ഇപ്പം വൈൽഡ് ലൈഫ് ബയോളജിസ്റ്റ് കൺസൾട്ട് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എന്താണ് കൊലാബറേറ്റ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനത്തെ സ്റ്റേക്ക് ലീഡേഴ്സ് അല്ല, സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടായിരിക്കും. അതുമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള, വൈൽഡ് ലൈഫുമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞത്. ഇനിയിപ്പം നമുക്ക് ഇവിടെ പോകാം. ഓക്കെ, യെസ്, കൺസർവേഷൻ ഓഫീസേഴ്സ്. അടുത്തെന്ന് പറയാൻ പോകുന്ന കൺസർവേഷൻ ഓഫീസേഴ്സിനെ പറ്റി അല്ലെങ്കിൽ കോർഡിനേറ്റേഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, കൂൾ. അപ്പം കൺസർവേഷൻ ഓഫീസർ അല്ലെങ്കിൽ കോർഡിനേറ്റർ ചെയ്യുന്ന എന്തോ പ്ലാൻസ് ആൻഡ് ഇംപ്ലിമെന്റ്സ് കൺസർവേഷൻ പ്രോജക്ട്സ് ആൻഡ് ഇനിഷ്യേറ്റീവ്സ് അവർ പ്ലാൻ ആൻഡ് ഇംപ്ലിമെന്റ് ചെയ്യും. അവർ പ്ലാൻ ആൻഡ് ഇംപ്ലിമെന്റ് എന്തുവാ ചെയ്യുന്നത്? പ്ലാൻ ആൻഡ് ഇംപ്ലിമെന്റ് കൺസർവേഷൻ പ്രോജക്ട്സ് ആൻഡ് ഇനിഷ്യേറ്റീവ്സ് അവർ പ്ലാൻ ആൻഡ് ഇംപ്ലിമെന്റ് കൺസർവേഷൻ പ്രോജക്ട്സ് ആൻഡ് ഇനിഷ്യേറ്റീവ്സ്. യെസ്, പ്ലാൻ ആൻഡ് ഇംപ്ലിമെന്റ് കൺസർവേറ്റീവ് പ്രോജക്ട്സ് ആൻഡ് ഇനിഷ്യേറ്റീവ്. അപ്പൊ അവരെന്തോ കൺസർവേഷൻ ഓഫീസർ അല്ലെങ്കിൽ കോർഡിനേറ്റർ ചെയ്യുന്ന, അവർ പ്ലാൻ ചെയ്യും. കോർഡിനേറ്റർ അവരെന്തോ ചെയ്യുന്നത്? അവർ പ്ലാൻ ചെയ്യും, എന്നിട്ട് ഇംപ്ലിമെന്റ് ചെയ്യും കൺസർവേഷൻ പ്രോജക്റ്റുകൾ. കുറെ പ്രോജക്റ്റുകൾ അവർ പ്ലാനും ഇംപ്ലിമെന്റ് ചെയ്യും. എങ്ങനത്തെ പ്രോജക്റ്റാണ്? കൺസർവേഷന് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് അല്ലെങ്കിൽ ഇനിഷ്യേറ്റീവ്സ്, പുതിയൊരു തുടക്കം പോലെ ഇനിഷ്യേറ്റീവ്, ഓരോ പുതിയ ഇത് ഐഡിയാസും അതും ഇതൊക്കെ ഇനിഷ്യേറ്റ് ചെയ്യും, തുടക്കം ഇടും, അല്ലെങ്കിൽ പ്രോജക്റ്റുകളെയൊക്കെ പ്ലാൻ ചെയ്യും. അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന വെച്ചാൽ ആക്ഷനിലോട്ട് കൊണ്ടുവരികയും ചെയ്യും. ഓക്കെ, അതാണ് നമ്മുടെ കൺസർവേഷൻ ഓഫീസർ അല്ലെങ്കിൽ കോർഡിനേറ്റർ ചെയ്യുന്ന പരിപാടി. ഓക്കെ, എൻഗേജ് വിത്ത് ഗവൺമെന്റ് ഏജൻസീസ്, NGOs ആൻഡ് ലോക്കൽ ഗവൺമെന്റ് ടു അഡ്വക്കേറ്റ് ഫോർ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആൻഡ് സസ്റ്റൈനബിൾ പ്രാക്ടീസസ്. അപ്പൊ ഇവരൊക്കെ ഈ കൺസർവേഷൻ പ്രോജക്ട്സും അതും ഇതും ഒക്കെ ചെയ്യണമെങ്കിൽ ഒറ്റയ്ക്ക് അയാളെ കൊണ്ട് നടക്കുന്ന കാര്യമൊന്നും അല്ല. അയാളെ കൊണ്ട്
ഒറ്റയ്ക്ക് നടക്കത്തില്ല. ആൻഡ് ഇത് നമ്മൾ പറയുന്നത് ഗവൺമെന്റ് ഓഫീസറും അല്ല. ഗവൺമെന്റ് ഓഫീസറിനാണെങ്കിൽ പിന്നെയും കുറച്ചും കൂടെ എന്താണ് ഇതായിരിക്കും. ബിക്കോസ് എന്താ അദ്ദേഹം ഒരു ഗവൺമെന്റ് ഓഫീസറാണ്. അപ്പൊ എന്തുമായിരിക്കും, ഒബ്വിയസ്ലി അദ്ദേഹം വർക്ക് ചെയ്യാൻ പോകുന്നത് ഗവൺമെന്റിന്റെ ഇൻസ്ട്രക്ഷൻസിലായിരിക്കും. അപ്പം കുറച്ചും കൂടെ യുനോ എന്താണ് എക്സിക്യൂട്ട് ചെയ്യാൻ കമ്പാരിറ്റീവ്ലി എളുപ്പമായിരിക്കും ആഫ്റ്റർ യു ഗെറ്റ് ദ പെർമിഷൻ ഫ്രം ദ ഗവൺമെന്റ്. ഓക്കെ. അപ്പം പക്ഷെ ഇവർക്ക് അങ്ങനെയല്ല. ഇവർക്ക് അവര് നോൺ ഗവൺമെന്റൽ സെക്ടേഴ്സിലെ കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് അവർക്ക് എന്തുവാണ് എൻഗേജ് ചെയ്യാൻ. അപ്പൊ ഈ കൺസർവേഷൻ ഓഫീസറിന് ഈ കൺസർവേഷൻ പ്രോജക്റ്റുകളും ഇനിഷ്യേറ്റീവ്സ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിലും പ്ലാൻ ചെയ്യണമെങ്കിലും അവര് എൻഗേജ് ചെയ്യിപ്പിക്കുക, അവര് ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. ആരെയൊക്കെ? ഗവൺമെന്റ് ഏജൻസീസിനെ, എൻജിഒസിന്റെ ഫുൾ ഫോം എന്തുവാന്ന് ഞാൻ പറഞ്ഞേ, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് എന്നാ. പിന്നെ ലോക്കൽ കമ്മ്യൂണിറ്റി, വെരി ഇമ്പോർട്ടൻറ്റ്. ലോക്കൽ കമ്മ്യൂണിറ്റി അവിടുത്തെ ആൾക്കാർ അവിടുത്തെ നമ്മളൊരു സാധനം അവിടെ കൊണ്ടുവരാനായിട്ട് വിചാരിച്ചേക്കുന്നത്, അവിടുത്തെ ആൾക്കാർ കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാൻസ് ഓഫ് സക്സസ് ഇൻ ഡൂയിങ് ഇറ്റ് റിഡ്യൂസ് ആവും, വളരെ കൂടുതലായിട്ട് റിഡ്യൂസ് ആവും. സോ അങ്ങനെ ഉണ്ടാവാതിരിക്കാനായിട്ട് അവര് ലോക്കൽ കമ്മ്യൂണിറ്റീസുമായിട്ട് എന്താണ് എൻഗേജ് ചെയ്യിപ്പിക്കും ടു അഡ്വക്കേറ്റ് ഫോർ. എന്തിനാണ് ഇവരെ എല്ലാം ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നത്? ഫോർ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ പ്രാക്ടീസസിന് വേണ്ടിയിട്ടാണ് ഇവരെ എല്ലാം ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, കൂൾ. So the monitor and evaluates the impact of a conservation programs. എന്നിട്ട് അവര് വേറെ ഒരു കാര്യം ചെയ്യും. അവര് പ്ലാനും ഇംപ്ലിമെന്റും ഒക്കെ ചെയ്താൽ മാത്രം പോരല്ലോ. നമ്മൾ ചിലപ്പോൾ ഒരു പ്ലാൻ ചെയ്തിട്ട് നമ്മൾ അതിനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഫ്ലോസ് കാണും, എസ്പെഷ്യലി അത് പുതിയതാകുമ്പോൾ. അപ്പം നമ്മൾ അതിൻ്റെ ഒത്ത് അത് പോകാൻ നേരം എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നുമെങ്കിൽ അതിനൊത്ത് നമ്മൾ കറക്റ്റ് ചെയ്ത് പോയാലേ നമുക്ക് നല്ലൊരു സംഭവം ഉണ്ടാവും. ഒന്ന് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ചിന്തിച്ചിട്ട് അങ്ങനെയെല്ലാം ചെയ്ത് ഒരുപാട് എറേഴ്സും ഒക്കെ മാറ്റിയിട്ട് വേണം ചെയ്യാൻ. പക്ഷെ എന്നാലും അവിടെ ഇവിടെ ഇച്ചിരിയൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റൂല, മനുഷ്യരല്ലേ. അപ്പൊ നമ്മൾ അതിൻ്റെ ഒത്ത് പോകുമ്പോ അതിനെ അവിടെ വെച്ചിട്ട് നമുക്ക് മനസ്സിലാവില്ല ഇതിനേക്കാളും നല്ലൊരു ഇതാണ് എന്ന് പറഞ്ഞിട്ട് മോണിറ്റർ ചെയ്യണം ഇമ്പാക്ട്. എന്നിട്ട് ഇത്ര ഇത് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇങ്ങനൊരു അപ്രോച്ച് നമ്മൾ കൊടുത്താൽ ഇമ്പാക്ട് ഉണ്ടാവും, കുറച്ചും കൂടെ നല്ല ഇമ്പാക്ട് ഉണ്ടാവും കൺസർവേഷൻ പ്രോഗ്രാംസിന് എന്നൊക്കെ മനസ്സിലാക്കുക അവരുടെ വേറൊരു ജോലിയാണ്. നിലയുടെ നമ്പറുണ്ടോ? അമ്മാമ്മ അഥവാ പോകാൻ പറ്റുമെങ്കിൽ അമ്മയെ വിളിക്കാൻ കിട്ടില്ല, നിലയെ വിളിക്കാൻ അമ്മാമ്മ മോളെ വിളിക്കും. മനസ്സിലായില്ല. അമ്മയെ വിളിച്ചോ? അമ്മയുടെ ഫോൺ ചിലപ്പോൾ സ്വിച്ച് ഓഫ് ആവുന്നു. അമ്മാമ്മ ഈ കണ്ണാടിക്ക് അവിടെ വരാൻ വേണ്ടി പോയിട്ട് പോകാൻ പറ്റുമെങ്കിൽ അമ്മാമ്മ വിളിക്കാം. നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് കൺസർവേഷൻ ഓഫീസറിനെ പറ്റിയാണല്ലോ. യെസ്, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അവിടെയാണ്, കൺസർവേഷൻ ഓഫീസറിനെ പറ്റി. ഒരു മിനിറ്റ് ഞാൻ ചാർജ് ചെയ്തോട്ടെ. അപ്പൊ മോണിറ്റർ ആൻഡ് ഇവാലുവേറ്റ്, അവരെന്തോ മോണിറ്റർ ഇവാലുവേറ്റ് ഒക്കെ ചെയ്യുന്നത്. അവര് മോണിറ്റർ ഇവാലുവേറ്റ് ചെയ്യുന്ന കൺസർവേഷൻ പ്രോഗ്രാംസിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഇനി ഇപ്പം നമുക്ക് നമ്മൾ ആരെയൊക്കെ പറ്റിയിട്ടാണ് പറഞ്ഞത്? ഇപ്പം നമ്മൾ കൺസർവേഷൻ ഓഫീസറിനെ പറ്റി പറഞ്ഞു, പിന്നെ വൈൽഡ് ലൈഫ് ബയോളജിസ്റ്റ് അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് റിസർച്ചറിനെ പറ്റിയും നമ്മൾ പറഞ്ഞു. ഇനിയിപ്പം നമുക്ക് ഈ ഫീൽഡിൽ പറയാനുള്ള രണ്ടേന്നല്ല കുറച്ച് ആൾക്കാരുണ്ട്. 1 2 3 4 5 ആൾക്കാരുണ്ട്. ഇച്ചിരി വരുന്ന ആൾക്കാർ ഈ പേജ് അത്രേ ഉള്ളൂ. ഓക്കെ, ഫീൽഡ് ബയോളജിസ്റ്റ്. എനിക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. തീരാറായോ എന്നുള്ളത്. ഓക്കെ, ഫീൽഡ് ബയോളജിസ്റ്റ് അല്ലെങ്കിൽ നാച്ചുറലിസ്റ്റ്. ഫീൽഡ് ബയോളജിസ്റ്റ് അല്ലെങ്കിൽ നാച്ചുറലിസ്റ്റ് എന്ന് പറയുമ്പോൾ കണ്ടക്ട് ഫീൽഡ് സർവേസ് ആൻഡ് അസസ്മെന്റ്സ് ടു മോണിറ്റർ വൈൽഡ് ലൈഫ് പോപ്പുലേഷൻ ആൻഡ് ഹാബിറ്റാറ്റ്സ്. അവരെന്തുമായിരിക്കും? ഫീൽഡ് ബയോളജിസ്റ്റ് അല്ലെങ്കിൽ നാച്ചുറലിസ്റ്റ് ചെയ്യുന്നത് അവർ പോപ്പുലേഷൻ ആൻഡ് ഹാബിറ്റാറ്റ്സിനെ മോണിറ്റർ എന്താണ് വൈൽഡ് ലൈഫ് പോപ്പുലേഷൻ ആൻഡ് ഹാബിറ്റാറ്റ്. അവരുടെ ഫീൽഡ് ചെയ്ത വൈൽഡ് ലൈഫ് ആണ്.
അപ്പൊ അവരെന്തുമായിരിക്കും അറ്റൻഡ് ചെയ്യുന്നത്, അവര് നോക്കിക്കൊണ്ടിരിക്കുന്ന വൈൽഡ് ലൈഫിലെ പോപ്പുലേഷൻസും ഹാബിറ്റാറ്റ്സും ആയിരിക്കുമല്ലോ. ടു ഐഡന്റിഫൈ ആൻഡ് ഡോക്യുമെന്റ് സ്പീഷീസ്, ടു ഐഡന്റിഫൈ ആൻഡ് ഡോക്യുമെന്റ് സ്പീഷീസ് ഇൻക്ലൂഡിംഗ് എൻഡേഞ്ചേർഡ് ആൻഡ് threatened species, provide expertise in wildlife behavior, ecology and conservation management. ഇതൊക്കെ തന്നെ. അപ്പൊ ഇവരുടെ മെയിൻ ആയിട്ട് നമുക്ക് എടുത്തു പറയാനായിട്ടുള്ള ഫീൽഡ് ബയോളജിസ്റ്റ് അല്ലെങ്കിൽ നാച്ചുറലിസ്റ്റിന്റെ ഇതെന്തോ, അവര് സർവേസ് നടത്തും, അസൈൻമെന്റ്സ് നടത്തും, അസസ്മെന്റ്സ് നടത്തും. എന്തിനു വേണ്ടിയിട്ടാണ്? ടു മോണിറ്റർ വൈൽഡ് ലൈഫ് പോപ്പുലേഷൻ ആൻഡ് ഹാബിറ്റാറ്റ്സ്. വൈൽഡ് ലൈഫ് പോപ്പുലേഷൻ ആൻഡ് ഹാബിറ്റാറ്റ്സ് ആയിട്ടൊരു ഇത് വെക്കാനായിട്ട് അവർ നോക്കി. എന്തിനു വേണ്ടിയിട്ടാണ് അത് അവർ ചെയ്യുന്നത്? എൻഡേഞ്ചേർഡ് സ്പീഷീസും ഒക്കെ ടു ഐഡന്റിഫൈ ആൻഡ് ഡോക്യുമെന്റ്. ഐഡന്റിഫൈ ചെയ്യണമല്ലോ ഏതൊക്കെയാണ് എൻഡേഞ്ചേർഡ് സ്പീഷീസ്, ഏതൊക്കെയാണ് അല്ലാതെ നോർമലി ഇരിക്കുന്ന സ്പീഷീസ്. അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് കുറച്ചും കൂടെ കെയർ കൊടുക്കാനും അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. ഒരു സ്പീഷീസ് എക്സ്റ്റെൻഡ് ആയി പോകുന്നതിന് മുന്നേ നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യണമല്ലോ, അല്ലേ? ഫുഡ് ചെയിൻ ഒക്കെ ഒന്ന് കേട്ട് കാണും, കേട്ടിട്ടുണ്ടാവും ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഫുഡ് ചെയിൻ എന്ന് പറയുന്ന ഫുഡ് ചെയിൻ അല്ലെങ്കിൽ ഫുഡ് വെബ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു എന്തുവാണ് പറയുന്നത്, ഒരു ഇത് ഒരാളെ നമ്മൾ അതിൽ നിന്ന് റിമൂവ് ചെയ്യുവാണെങ്കിൽ തന്നെ ഒരുപാട് എന്തോ പറയുന്നത്, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും നമുക്ക്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്താ, നമ്മളിപ്പം സാധാ ഒരു എന്താണ് ഇതെടുക്കുക, വെയിറ്റ്, ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് ഒരു എന്തുവാണ്, കുറച്ച് വെരി സ്മോൾ ഇതാണല്ലോ, വെരി സ്മോൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഒരു ആനിമല് ഗ്രാസിനെ തിന്നുന്ന ഗ്രാസ് ഹോപ്പേഴ്സിനെ തിന്നുന്ന വേറൊരു ആനിമല്, അതിന്റെ മുകളിൽ വേറൊരു ആനിമല്. നമുക്ക് അതിന് അത്രയൊന്നും കോംപ്ലിക്കേഷൻ വേണ്ട. നമുക്ക് ഗ്രാസ് എടുക്കാം, അതിനെ തിന്നുന്ന ഡിയറിനെ എടുക്കാം, എന്നിട്ട് അതിനെ തിന്നുന്നതായിട്ട് ലയണിനെ എടുക്കാം. ഓക്കെ, ഇത്രയും മതി, ഇതിനേക്കാളും കൂടുതലൊന്നും വേണ്ട. ഇത്രയും വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ അതിലെ എന്തുവാണ് ഗ്രാസിനെ മാറ്റി എന്ന് വിചാരിച്ചു. അതിന്റെ ഗ്രാസിനെ മാറ്റി എന്തോ പറ്റും, ഗ്രാസിനെ മാറ്റി ആ ഗ്രാസ് തിന്നുകൊണ്ടിരിക്കുന്ന എന്താണ് മാൻ എന്തോ ചെയ്യും, അവിടുന്ന് ഒന്നെങ്കിൽ അത് എക്സ്റ്റെൻഡ് ആയി പോകും, അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് അവര് മൈഗ്രേറ്റ് ചെയ്ത് പോകും. എന്നാലും അവരുടെ പോപ്പുലേഷനിൽ കുറവ് വരും. അങ്ങനെ മാനുകളെല്ലാം മൈഗ്രേറ്റ് ചെയ്ത് പോയാൽ നമ്മുടെ ലൈനിൽ എന്തോ ചെയ്യും, അവരും പട്ടിണി, ആകെ കൂടെ എല്ലാം കഴിഞ്ഞു മാറി. അതല്ല, പോച്ച ഇഷ്ടം പോലെ ഉണ്ട്, മാനില്ല. മാനില്ലെങ്കിൽ എന്തോ ചെയ്യും, പോച്ച അങ്ങ് വളർന്ന് അങ്ങ് കൂടി പോകും. പക്ഷെ അവിടെ സിംഹത്തിന് കഴിക്കാനുള്ള ഭക്ഷണം കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കും. കുറഞ്ഞെന്ന് ഞാൻ പറയാം, കാരണം സിംഹം മണി മാത്രം ആയിരിക്കത്തില്ലല്ലോ കഴിക്കുന്നത്, പലതും കഴിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ സിംഹം മാനെ മാത്രമേ കഴിക്കൂ എന്ന് വിചാരിച്ച് സിംഹം ഒന്നെങ്കിൽ അവിടെ നിന്ന് വിട്ടുപോകും, അല്ലെങ്കിൽ എല്ലാ സിംഹങ്ങളും ഇല്ലാതാവും, അല്ലേ? അതല്ല, നിങ്ങളിപ്പോ സിംഹത്തിനെ എലിമിനേറ്റ് ചെയ്തു, അപ്പൊ എന്തോ പറ്റും, നമ്മുടെ പോച്ചയും ഉണ്ട്, മാനും ഉണ്ട്, സിംഹം മാത്രം എലിമിനേറ്റ് ആയി. നമ്മൾ വിചാരിക്കും ഏറ്റവും മുകളിലുള്ള ആളല്ലേ പോയത്, അതുകൊണ്ട് താഴെയുള്ള ആൾക്കാർക്കൊന്നും ഒരു ഇമ്പാക്റ്റും ഉണ്ടാകത്തില്ല. എന്നാ അങ്ങനെയല്ല, ഈ സിംഹമായിരുന്നല്ലോ ഈ മാനിനെ തിന്നോണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ തിന്നോണ്ടിരിക്കുമ്പോ ഒരു എക്കോളജിക്കൽ ബാലൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ അവരെ തിന്നാനായിട്ട് ആൾക്കാരില്ലാതായി. അപ്പൊ ഈ മാൻ എന്തോ ചെയ്യും, വളർന്ന് നമുക്ക് കുറെ അങ്ങാവും. അപ്പോഴത്തേക്ക് ഈ പോച്ചയെല്ലാം എന്തോ പറ്റുക, ഇവരെല്ലാ പോച്ചയും തിന്ന് തീർക്കും. അങ്ങനെ മാനെല്ലാം കൂടെ ടു എ ലിമിറ്റ് ഈ മാനെല്ലാം കൂടെ കുറെ അങ്ങ് വളരും. പോച്ചയെല്ലാം പെട്ടെന്ന് ഡിക്രീസ് ആവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് അവരുടെ പോപ്പുലേഷനും കുറയും, പോച്ച ഓബ്വിയസ്ലി കുറയും. അങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. ഒരു ബൂസ്റ്റപ്പ് കാണും, പിന്നെ മെല്ലെ ഡീഗ്രേഡ് ആയിട്ട് എല്ലാ സൊസൈറ്റിയും അങ്ങനെ ഇങ്ങനെയാവും. അതുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് വരാതിരിക്കാനായിട്ട് നമ്മൾ മാക്സിമം നോക്കാറുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഫീൽഡ് ബയോളജിസ്റ്റുകളെല്ലാം ഐഡന്റിഫൈ ചെയ്യുന്നതും ഡോക്യുമെന്റ് ചെയ്യുന്ന സ്പീഷീസ് ഏതൊക്കെയാണ് എൻഡേഞ്ചേർഡ്, ഏതൊക്കെയാണ് ത്രെറ്റൻഡ് സ്പീഷീസ് എന്ന് മനസ്സിലായി. ആൻഡ് പ്രൊവൈഡ് എക്സ്പെർട്ടീസ് ഇൻ വൈൽഡ് ലൈഫ് ബിഹേവിയർ. ആൻഡ് അവരുടെ എക്സ്പെർട്ടീസ് എവിടെയാണ്? വൈൽഡ് ലൈഫ് ബിഹേവിയർ മനസ്സിലാക്കുക, എക്കോളജി മനസ്സിലാക്കുക, കൺസർവേഷൻ മാനേജ്മെന്റ്
എക്കോളജി ആൻഡ് എന്താ വൈൽഡ് ലൈഫ് ബിഹേവിയറിലാണ് അവരുടെ എക്സ്പെർട്ടീസ് ഇരിക്കുന്നത്. ഓക്കെ. ഇനി ഇപ്പൊ അടുത്തതെന്ന് പറയുന്നത് എൻവയോൺമെന്റൽ എഡ്യൂക്കേറ്റർ ഓർ കമ്മ്യൂണിക്കേറ്റർ. ഓക്കെ. അത് കോർഡിനേറ്റർ ആണ്, ഇത് കമ്മ്യൂണിക്കേറ്റർ. രണ്ടും തമ്മിൽ തിരിഞ്ഞു പോലെ. കമ്മ്യൂണിക്കേറ്റർ എന്ന് വെച്ചാൽ എഡ്യൂക്കേഷണൽ എൻവയോൺമെന്റൽ എഡ്യൂക്കേറ്റർ ആണ്. കോർഡിനേറ്റർ എന്ന് വെച്ചാൽ കൺസർവേഷൻ ഓഫീസർ ആണ്. കമ്മ്യൂണിക്കേറ്റ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് മനസ്സിലാക്കിക്കോ, ഒന്ന് കമ്മ്യൂണിക്കേറ്റ് നിങ്ങളെയൊക്കെ മനസ്സിലാക്കിപ്പിക്കുക എഡ്യൂക്കേറ്റർ അല്ലെങ്കിൽ ടീച്ചറാണ്. ഓക്കെ. യെസ്, എൻവയോൺമെന്റൽ എഡ്യൂക്കേറ്റർ. ഓക്കെ. അപ്പൊ ഇവരെന്തുമായിരിക്കും ബേസിക്കലി ചെയ്യുന്നത്? ഇവര് ചെയ്യുന്നത് ഡിസൈൻ ആൻഡ് ഡെലിവർ. ഡിസൈൻ environmental educator or communicator designs and deliver educational programs and workshops on wildlife conservation and environmental issues. Engage with the schools and അവരെന്ത് ചെയ്യുന്നത്, അവർ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ഒക്കെ കൊണ്ടുവരും, ഓർ വർക്ക്ഷോപ്സ് ഫോർ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആൻഡ് എൻവയോൺമെന്റൽ ഇഷ്യൂസിനെയൊക്കെ അറ്റയർ ചെയ്യുന്നത്, അതിനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന എന്താണ് എന്താണ് പ്രോഗ്രാംസ് ഒക്കെ അവര് ഡിസൈൻ ചെയ്യും. എന്നിട്ട് അവരെന്തുമായിരിക്കും, അവര് ചുമ്മാ അവിടെ ഇരുന്ന് PPT എല്ലാം പ്രസന്റ് ചെയ്ത് തന്നെ ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന് പറഞ്ഞാൽ ശരിയാവോ? ഇല്ല. ഇവരെല്ലാം എഡ്യൂക്കേറ്റേഴ്സ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഇനി വരാൻ പോകുന്ന ജനറേഷൻസിലാണ്. അപ്പൊ അവരെന്തോ ചെയ്യും, അവർ എൻഗേജ് ചെയ്യും സ്കൂൾസ് ആൻഡ് കോളേജ് ആൻഡ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സിലും ഉണ്ട്. കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സ് ടു റേസ് അവയർനെസ് ആൻഡ് പ്രൊമോട്ട് കൺസർവേഷൻ എത്തിക്സ്. പ്രൊമോട്ട് കൺസർവേഷൻ എത്തിക്സ് എന്ന് വെച്ചാൽ എല്ലാ ടൈപ്പ് കമ്മ്യൂണിറ്റി. ഏറ്റവും ആദ്യമേ കുഞ്ഞു പിള്ളേരിൽ നിന്നായിരിക്കും അവർ മെയിൻലി തുടങ്ങുന്നത്. കുഞ്ഞു പിള്ളേർ, സ്കൂളിലെ പിള്ളേർ, കോളേജിലെ പിള്ളേർ, ഇവരിലൊക്കെ ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഈ കുഞ്ഞു പിള്ളേർ മെയിൻലി എന്ന് കോളേജ് പിള്ളേർ പറഞ്ഞിരിക്കും, പറയാത്തവരും കാണും. കുറെ ആൾക്കാരെല്ലാം പറയും, കുറെ ആൾക്കാരൊന്നും പറയത്തില്ല. പക്ഷെ ഈ സ്കൂൾ പിള്ളേരിലൊക്കെ നമുക്ക് പെട്ടെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് വീട്ടുകാരിലോട്ട് എത്തും. പെട്ടെന്ന് അവർ ചെന്ന് അമ്മേ ഇതുപോലെ ഒരു ടീച്ചർ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ മരം വെട്ടാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു എന്ന് പിള്ളേർ എന്ന് വീട്ടിൽ പറയും. മനസ്സിലായോ? അപ്പൊ ഓരോരോ കാര്യങ്ങൾ അങ്ങനെ വരുമ്പോ അവര് വീട്ടിൽ ചെന്ന് പറയും. അത് അങ്ങനെ ഈ പാരന്റ്സിന് ഒരു അവയർനെസ് കിട്ടും, പിന്നെ ഈ പിള്ളേർക്കും ഒരു അവയർനെസ് കിട്ടും. പിന്നെ അല്ലാതെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സിൽ വരുമ്പോ അവർക്കും ഒരു അവരുടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടുമ്പോ നമ്മുടെ ഒരു ഇതെന്ന് വെച്ചാൽ എന്തുവാണ്, അവയർനെസ് റൈസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഓരോരുത്തരും ഇപ്പൊ പാരന്റ്സിൽ നിന്നൊക്കെ പറഞ്ഞ ഡബിൾ അവയർനെസ് ആവും. പിള്ളേരും ചെന്ന് പറയും, അല്ലാതെ അവർക്കും ചെല്ലും. പിള്ളേർ ചെന്ന് പറയുമ്പോൾ അവർ മേ ബി അത്രയ്ക്ക് സീരിയസ് ആയിട്ട് എടുക്കുന്നത്, ആ മോനെ അങ്ങനെയാ, മരമൊന്നും വെട്ടാൻ പാടില്ല കേട്ടോ, അങ്ങനെയാന്നൊക്കെ പറയും. എന്നിട്ട് അവർക്കും ഒരു അല്ലാതെ രീതിയിൽ ഇടുമ്പോൾ അവരൊന്നും കൂടെ ഒന്ന് ആലോചിക്കും. അപ്പൊ നല്ലൊരു അവയർനെസ് കിട്ടുമ്പോഴത്തേക്ക് അവരും എന്ത് ചെയ്യും, ഇന്നവേ ചില നേരം നമുക്ക് ഗിൽറ്റ് ഒക്കെ തോന്നാറില്ലേ, അപ്പം നമ്മൾ എന്താ ചെയ്യും, ഇച്ചിരി ഒക്കെ ആയാലും കൺസർവേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് അവര് ചെയ്യുന്നത്. റൈസ് അവയർനെസ് ആൻഡ് പ്രൊമോട്ട് conservation ethics. Develop environmental materials such as publication, brochures, multimedia presentations. ഇതെല്ലാം അവർ കൊണ്ടുവരും. പബ്ലിക്കേഷൻസ് കൊണ്ടുവരും. എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് such as publication, brochures, multimedia presentations, ഇതെല്ലാം അവർ കൊണ്ടുവരും. And then coming to the next, project manager. പ്രോജക്ട് മാനേജർ എന്തോ ചെയ്യുന്നതെന്ന് ചോദിച്ചാ, ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ, നമുക്കിന്ന് തൽക്കാലം ഇവിടം വരെ നിർത്താമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്. വെയിറ്റ്, ഇവിടം വരെ ഇതിനേക്കാളും കൂടുതലൊക്കെ ഇതിൽ. പിന്നെ ഈ ഒറ്റ ടോപ്പിക്കേ ഉള്ളൂ നമുക്ക് സ്പെസിഫിക് എന്താണ് കരിയർ ഓപ്പർച്യൂണിറ്റീസ്. അതിൽ കുറച്ചുണ്ട്, സിമ്പിളാണ് അതും. ഞാൻ ഇപ്പം അത് പറയുന്നതിൻ്റെ കാരണം കുറച്ച് നേരം ഒന്ന് റിലാക്സ്മെന്റ് ആവട്ടെ. എനിക്കും തോന്നുമായിരുന്നു കുറച്ച് സ്പീഡിലങ്ങ് പോയോ, അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. അല്ലത് നോക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല. എൻറ്റോളജിസ്റ്റ് ഉണ്ട് ഇവിടെ, പിന്നെ ടീച്ചിങ് ഉണ്ട്. അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞില്ലായിരുന്നല്ലോ, ടീച്ചിങ് റിസർച്ചിനെ പറ്റി പറയാന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചിങ്ങിനെ പറ്റി നമ്മളൊന്നും അസിസ്റ്റന്റ് ലെക്ചറർ ഒക്കെ പറഞ്ഞു, അല്ലാതെ ഒന്നും പറഞ്ഞില്ല. ഇതെന്താ വരാത്ത ഗൈസ്? ഓക്കെ, താങ്ക് യു. പിന്നെ ഇതുണ്ട്, ക്യൂറേറ്റേഴ്സ് ഉണ്ട്. പിന്നെ ഫിഷറി ഓഫീസേഴ്സ് ഉണ്ട്.
ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റ്. നമ്മൾ സയന്റിഫിക് അസിസ്റ്റന്റിനെ പറ്റിയൊക്കെ പറഞ്ഞാ, ജൂനിയറിനെ പറ്റി അങ്ങനെ ഒരു പൊസിഷനെ പറ്റി, പോപ്പുലേഷൻ കൺട്രോളിനെ പറ്റിയും പറഞ്ഞില്ല എന്നേ ഉള്ളൂ. പിന്നെ ഇത് മലേറിയ ഓഫീസർ, പിന്നെ ഫോറൻസിക് അസിസ്റ്റന്റ്, പിന്നെ എക്കോളജിസ്റ്റ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, എക്കോളജിസ്റ്റ് ഒക്കെ. കൺസർവേഷൻ ബയോളജിസ്റ്റ് അല്ലെങ്കിൽ ഇത് കൺസർവേഷൻ ബയോളജിസ്റ്റ്. നമ്മൾ പറഞ്ഞത് കൺസർവേഷൻ ഓഫീസറിനെ പറ്റിയിട്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് നേച്ചർ എഡ്യൂക്കേഷൻ ഓഫീസർ. നമ്മൾ പറഞ്ഞത് എന്തുവാണ്, എൻവയോൺമെന്റൽ എഡ്യൂക്കേറ്ററിനെ പറ്റി, എൻവയോൺമെന്റൽ എഡ്യൂക്കേറ്റർ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്ററിനെ പറ്റി. അങ്ങനെ ചില ചില വാക്കുകളുണ്ട് വെരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള. ഓക്കെ. പിന്നെ ജോബ്സ് ഇൻ ഫാർമസ്യൂട്ടിക്കൽ, അതാണ് ഏറ്റവും അവസാനത്തെ ടോപ്പിക്. ഓക്കെ. അതിൽ വരുന്നതാണ് സൈറ്റോളജിസ്റ്റ് ഒക്കെ. അയ്യോ അയ്യോ. പിന്നെ മെഡിക്കൽ കോഡിങ്. ഇതോടാകുമ്പോൾ ചാപ്റ്റർ തീരും. ഇത് നമ്മൾ നോക്കി. ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ഇൻ ചെക്ക് പോയിന്റ്സ് കണ്ടോ, ഇത് നമ്മൾ നോക്കി. ഓഹോ. ഗവൺമെന്റ് സെക്ടർ നോക്കി, NGOs നോക്കി, നോക്കിക്കൊണ്ടിരിക്കുകയാണ് ബേസിക്കലി. ഇത് കഴിഞ്ഞിട്ട് ഇത് നോക്കാനുണ്ട്. ഇത് രണ്ടും ബേസിക്കലി കഴിഞ്ഞു നമ്മുടെ. ഇത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ. നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞതായിരുന്നു. ഇതും നമ്മൾ പറഞ്ഞതാ. ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക. പക്ഷെ ഇത് നമ്മൾ ഫോറൻസിക് ആണ്, പക്ഷെ നമ്മളത് അങ്ങോട്ടൊന്നും എത്തിയില്ല. ഇത് നമ്മൾ പഠിച്ചതാണ്, PSC ആൻഡ് UPSC ജോബ്സ് എന്ന് പറയുമ്പോൾ. ഗവൺമെന്റ് സെക്ടർ നമ്മൾ പഠിച്ചത്, നോൺ ഗവൺമെന്റ് സെക്ടർ നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. റൈറ്റ്. സോ അതൊക്കെ ഉള്ളൂ. വെരി സിമ്പിൾ. കരിയർ ഓപ്പർച്യൂണിറ്റി ഫോർ സുവോളജി ഗ്രാജുവേറ്റ്, അത് നമ്മൾ ഇത്രയും പഠിച്ച ലൈനിൽ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. എന്ന് വെച്ചാൽ അതെല്ലാം സുവോളജി ഗ്രാജുവേറ്റ്സ് എന്നുള്ളതാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റിന്റെ എഴുതണ്ട വേണമെങ്കിൽ, ഗ്രാജുവേറ്റ്സ് മാത്രം എഴുതിയാലും നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഓക്കെ. സാധനം വെരി സിമ്പിൾ ആണ് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് തിരിച്ചു വരാം. നമ്മളങ്ങ് വല്ലാതെ മുന്നിൽ പോയി. ഓക്കെ. ഇനി നമുക്ക് ബാക്ക്. ആരെങ്കിലും കേട്ടിട്ട് പോയെങ്കിൽ എല്ലാവരും തിരിച്ചു വരിക. ഓക്കെ. ഇനി ഇപ്പൊ പ്രൊജക്ട് മാനേജറിനെ പറ്റി പറയുകയാണെങ്കിൽ ഓവർസീസ് ദ പ്ലാനിങ്, ബഡ്ജറ്റിംഗ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് കൺസർവേഷൻ പ്രൊജക്ട്. ഒരു മാനേജർ എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത് അതൊക്കെ തന്നെ ഇവരും ചെയ്യുന്നത്. പ്ലാനിങ് ചെയ്യും, ബഡ്ജറ്റിംഗ് ചെയ്യും, ഇംപ്ലിമെന്റേഷൻ ചെയ്യും ഓഫ് കൺസർവേഷൻ പ്രൊജക്ട്. ഒരു മാനേജറാണ്, മാനേജ് ചെയ്യുന്ന ആളാണ്. സോ പ്ലാൻ ചെയ്യും, ബഡ്ജറ്റ് ചെയ്യും, പിന്നെ ഇംപ്ലിമെന്റേഷനും ഒക്കെ നടത്തുന്നുണ്ട്. ഇംപ്ലിമെന്റേഷൻ ഓഫ് കൺസർവേഷൻ പ്രോജക്റ്റ് ഇതെല്ലാം നടക്കുന്ന അവരുടെ അണ്ടറിൽ കൂടെയാണ്.
manage project teams, research resources, project teams, resources, അവരെന്തൊക്കെയായിരിക്കും മാനേജ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ഓക്കെ, മാനേജർ എന്തൊക്കെ ചെയ്യുന്നത്? ദേ ലുക്ക് ഇൻ ടു ദ പ്ലാനിങ്, ബഡ്ജറ്റിംഗ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് കൺസർവേഷൻ പ്രോജക്റ്റ്. ഓക്കെ, എന്നിട്ട് അവർ മാനേജ് ചെയ്യുന്നത്, മാനേജർ എന്ന പേര് അവരെന്തോ മാനേജ് ചെയ്യുന്നത്, ടീമിനെ അവർ മാനേജ് ചെയ്യും, റിസോഴ്സസിനെ അവർ മാനേജ് ചെയ്യുക, ആൻഡ് ടൈം ലൈൻസ് ടു അച്ചീവ് എന്തുവാണ് നമ്മുടെ അച്ചീവ് ദ എന്താണ് പ്രൊജക്റ്റ് ഇന്ന വർഷം കൊണ്ട് അല്ലെങ്കിൽ ഇന്ന ഡേറ്റും കൊണ്ട് നമ്മൾ അച്ചീവ് ചെയ്യണം എന്നുള്ളതെല്ലാം മാനേജ് ചെയ്യുന്നതും അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് പ്ലാനിങ് ചെയ്യുന്നതും ബഡ്ജറ്റ് ചെയ്യുന്നതും ഇംപ്ലിമെന്റേഷൻ ചെയ്യുന്നതും എല്ലാം ആരാ നമ്മുടെ പ്രൊജക്ട് മാനേജർ ആണ്. ഓക്കെ, റിപ്പോർട്ട് ഓൺ പ്രൊജക്ട് പ്രോഗ്രാംസ് ഔട്ട്കംസ് ആൻഡ് ഇമ്പാക്ട് ടു എന്താണ് റിപ്പോർട്ട് ഓൺ ദ പ്രൊജക്ട് പ്രോഗ്രാംസ് ഔട്ട്കംസ് ആൻഡ് ഇമ്പാക്ട് ടു സ്റ്റാക്ക് ഹോൾഡേഴ്സ് ആൻഡ് ഫണ്ടിങ് ഏജൻസീസ്. ഈ അവിടെ നടക്കുന്ന കൺസർവേഷൻ പ്രോഗ്രാംസിന് വേണ്ടി നടക്കുന്ന ഇഷ്ടംപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അവിടെ ഇഷ്ടംപോലെ ഓഫീസേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മളോടിപ്പം ഒരു ഉത്തരം ചോദിക്കുമ്പോൾ കൂട്ടായിട്ട് ഉത്തരം പറയുന്നത് പോലെ ചെന്നിട്ടാണോ അവര് പറയുന്നത്? അല്ല, അവിടെ ഓരോരോ ഓഫീസേഴ്സ് ഉണ്ട്. ഈ സ്റ്റാക്ക് ഹോൾഡേഴ്സ് ഒക്കെ ആണെങ്കിലും ഓരോരോ ടൈപ്പ് ഓഫ് പീപ്പിൾ ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ എ പെർട്ടിക്കുലർ തിങ്. അപ്പം ഫണ്ടിങ് ഏജൻസി, സ്റ്റാക്ക് ഹോൾഡേഴ്സ് ഒക്കെ ഫണ്ട് ചെയ്യുന്ന ആൾക്കാര്. അപ്പൊ അവർക്ക് ഇത് അറിയാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട് എന്ത് ഇവിടെ നടക്കുന്നതെന്ന്. അപ്പൊ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, സർ ഇതാണ് അല്ലെങ്കിൽ മാം ഇതാണ് പ്രൊജക്ടിന്റെ പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ ഇങ്ങനെ അസൈൻ ചെയ്തേക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അസൈൻ ചെയ്തേക്കുന്നത്, പിന്നെ അതിന്റെ ഔട്ട്കം നമ്മൾ ഇപ്പൊ എത്തി നിൽക്കുന്ന കറന്റ് സ്റ്റാറ്റസ് എന്തുവാണ്, അതിന്റെ ഇമ്പാക്ട് എന്തുവാ, ഇതെല്ലാം നമ്മൾ എന്താ സ്റ്റാക്ക് ഹോൾഡേഴ്സിനെയും ഫണ്ടിങ് ഏജൻസിയും പറഞ്ഞ് മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് ആരാ? നമ്മുടെ പ്രൊജക്ട് മാനേജർ ആണ്. ഓക്കെ, ഓക്കെ 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 കൂൾ. അടുത്ത വരുന്ന പോളിസി അനാലിസ്റ്റ് അല്ലെങ്കിൽ അഡ്വക്കേറ്റ് എന്നാണ്. പോളിസി അനലിസ്റ്റ് അല്ലെങ്കിൽ അഡ്വക്കേറ്റിന് പറയുന്നത് പോളിസി അനലിസ്റ്റ് അല്ലെങ്കിൽ അഡ്വക്കേറ്റ്. വെയിറ്റ്, okay 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 okay, getting it guys. Huh. So policy analyst or advocate, policy analyst or advocate നെ പറ്റി പറയുകയാണെങ്കിൽ റിസർച്ച് ആൻഡ് അനലൈസ് എൻവയോൺമെന്റൽ പോളിസീസ്. അവരെന്ത് ചെയ്യുന്നു? റിസർച്ച് ചെയ്യും. പോളിസി അനലിസ്റ്റ് ഓർ അഡ്വക്കേറ്റ്. പോളിസി അനലിസ്റ്റ്, ഇനി ഇപ്പം പറയാൻ പോകുന്നത് പോളിസി അനലിസ്റ്റ് ഓർ അഡ്വക്കേറ്റിനെ പറ്റിയിട്ടാണ്. ഓക്കെ, റിസർച്ച് ആൻഡ് അനലൈസസ് എൻവയോൺമെന്റൽ പ്രോബ്ലംസ്, ലോസ് ആൻഡ് റെഗുലേഷൻസ് റിലേറ്റഡ് ടു വൈൽഡ് ലൈഫ് കൺസർവേഷൻ. ഇത് വെരി സിമ്പിൾ ആണ്. നോക്ക്, അനലിസ്റ്റ് നമ്മൾ പറഞ്ഞു എന്തോ പോളിസി അനലിസ്റ്റ് അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആണ്. പോളിസിയിലും നമുക്ക് പോളിസീസ് വരുന്നുണ്ട്, ലോസ് വരുന്നുണ്ട്, റെഗുലേഷൻസ് വരുന്നുണ്ട്. ഇതിനെയെല്ലാം അനലൈസ് ചെയ്യുന്ന ആളായിരിക്കുമല്ലോ അനലിസ്റ്റ്. അവർ അനലിസ്റ്റ് എന്തോ ചെയ്യുന്നത്? അനലൈസ് ചെയ്യുന്നത്. എന്തും അനലൈസ് ചെയ്യുന്നത്. പോളിസി എന്ന് നമ്മൾ ഒരു വാക്ക് പറഞ്ഞു, എൻവയോൺമെന്റലിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എൻവയോൺമെന്റൽ പോളിസീസ്, ലോസ് ആൻഡ് റെഗുലേഷൻസ് റിലേറ്റഡ് ടു വൈൽഡ് ലൈഫ് കൺസർവേഷൻസ് നോക്കുന്നത് ആരാ? പോളിസി അനലിസ്റ്റ്. റിസർച്ചേഴ്സ് എന്ന് കൂടെ ഒരു വാക്ക് ആഡ് ചെയ്തു, അപ്പത്തേക്ക് കംപ്ലീറ്റ് ആവും. ഓക്കെ, റിസർച്ചേഴ്സ് ആൻഡ് എനിക്കിടാന്നില്ല ഈ വരാ.
റിസർച്ചസ് ഉണ്ട് ആൻഡ് അനലൈസ് എൻവയോൺമെന്റൽ പോളിസീസ് ഉണ്ട്, ലോസ് ഉണ്ട്, എൻവയോൺമെന്റൽ പോളിസീസ് ലോസ് ആൻഡ് വോട്ട് മേരെ വെച്ച എൻവയോൺമെന്റൽ പോളിസീസ് ലോസ് ആൻഡ് ആ laws and regulations related to wildlife conservation. Related to what? Related to wildlife conservation. Okay. Hmm. Yes, advocates for policy changes. അവർക്ക് ഇനി എന്തെങ്കിലും പോളിസി ചേഞ്ചസ് ഒക്കെ വേണമെങ്കിൽ advocates for policy changes or improvements to support biodiversity conservation and suitable development. ഇതിന് വേണ്ടിയിട്ട് അവർ സഹായിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? അഡ്വക്കേറ്റ് ഫോർ പോളിസി ചേഞ്ചസ്. ഇൻ കേസ് അവർക്ക് എന്തെങ്കിലും ചേഞ്ചസ് വേണം ഇൻ പോളിസി അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ്സ് വേണം, അതെല്ലാം അഡ്വക്കേറ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ പോളിസി ഓക്കെ. വെയിറ്റ്, എന്തിനാണ് അവർക്ക് പോളിസി ചേഞ്ചസ് അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ്സ് വേണമെന്ന് നമ്മൾ പറയുന്നത്? ടു സപ്പോർട്ട് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആൻഡ് സ്യൂട്ടബിൾ ഡെവലപ്മെന്റ്. ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ അല്ലെങ്കിൽ സ്യൂട്ടബിൾ. നമുക്ക് കളർ മാറ്റാം അല്ലേ? കുറെ നേരമായി ചുമപ്പായിട്ട് നടക്കുന്ന ഫുൾ എല്ലാം അണ്ടർലൈനും ആയിപ്പോയി. എന്തോ ചെയ്യാനാന്ന് പറയാം. ഓക്കെ. ടു സപ്പോർട്ട് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പോളിസി ചേഞ്ചസ് അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ്സ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അഡ്വക്കേറ്റ് ചെയ്യുന്ന ആരാ? നമ്മുടെ പോളിസി അനാലിസ്റ്റ് അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഈ പോളിസി ചേഞ്ചസ് നമ്മൾ കൊണ്ടുവരുന്നത്? അപ്പോൾ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ്. ഇപ്പൊ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ എന്താ? ഫ്യൂച്ചർ ജനറേഷൻസിനെ ഹാം ചെയ്യാതെ ഈ ജനറേഷനിൽ ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവരിക. ഓക്കെ, ആ കൈൻഡ് ഓഫ് ഇതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. കറക്റ്റ് വേർഡ് എന്നൊക്കെ പറയുന്ന ഡെഫിനേഷൻ എന്നൊക്കെ പറഞ്ഞ ഒരു മിനിറ്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. Yes, sustainable development is a development that meets the need of the present without compromising the ability of the future generation to meet their own need. എന്നുവെച്ചാൽ നമ്മൾ ഇപ്പം ഉള്ള പ്രസന്റ് ജനറേഷന് ഉള്ള നീഡ്സിനെ കോംപ്രമൈസ് ചെയ്യാതെ ഭാവിയിലെ ജനറേഷൻസിനെയും കൂടെ ടേക്ക് കെയർ ചെയ്യുന്ന പരിപാടി അത് തന്നെ ഡെവലപ്മെന്റ് ദാറ്റ് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് ദ ഒരു ഡെവലപ്മെന്റ്, ഒരു കൈൻഡ് ഓഫ് ഡെവലപ്മെന്റ്. അത് ഇന്നത്തെ ആൾക്കാരുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷെ ആ സാറ്റിസ്ഫാക്ഷനിലൂടെ നമ്മൾ ഭാവിയിലുള്ള ആൾക്കാർക്ക് കൊടുക്കേണ്ട സാധനങ്ങൾ യൂസ് ചെയ്തിട്ടല്ലേ ചെയ്യുന്നത്, അവർക്കും കൊടുക്കണം. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ എൻജോയ് ചെയ്യുന്ന കുറെ സാധനങ്ങൾ അവർക്കും ഭാവിയിലും എൻജോയ് ചെയ്യണം. പെട്രോളൊക്കെ നമ്മളിപ്പോ ഇങ്ങനെ യൂസ് ചെയ്യുവാണ്, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പ്ലസ് അവർക്കും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ കൈൻഡ് ഓഫ് ഇത് അല്ല നമ്മളോട് യൂസ് ചെയ്ത് നമ്മൾ അങ്ങ് തീർത്ത് ഇനിയിപ്പൊ അവർക്കൊന്നും യൂസ് ചെയ്യാനായിട്ടില്ല, അവർ കണ്ടിട്ട് പോലും ഇല്ല പെട്രോൾ എന്തുവാ. ആ അവസ്ഥയാവരുത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു എക്സാമ്പിൾ പറഞ്ഞതാ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എൻഗേജ് ഇൻ പോളിസി ഡയലോഗ്സ്, വർക്ക്ഷോപ്സ്, കൺസൾട്ടേഷൻസ് വിത്ത് ദ ഗവൺമെന്റ് ഏജൻസീസ് ആൻഡ് പോളിസി മേക്കേഴ്സ്. അവരും ചെയ്യും എന്താണ് കൺസൾട്ടേഷൻസ് വിത്ത് ഗവൺമെന്റ് ഏജൻസീസ് ആൻഡ് പോളിസി മേക്കേഴ്സും ഒക്കെ ആയിട്ട് അവർക്കും കൺസൾട്ടേഷൻസും അതും ഇതും ഒക്കെ ഉണ്ട്. ഓക്കെ, മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് ഈ ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും അവസാനത്തെ വ്യക്തിയാണ് കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് കോർഡിനേറ്റർ. നമ്മൾ ഇതിന്റെ മുന്നേ ഒരു കോർഡിനേറ്ററിനെ പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ടോ? കൺസർവേഷൻ ഓഫീസർ അല്ലെങ്കിൽ കോർഡിനേറ്റർ എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിന് പകരം ഇപ്പൊ കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് കോർഡിനേറ്റർ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് കോർഡിനേറ്റർ എന്തൊക്കെയാണ്? ഇത് കുറച്ച് കൂടുതലുണ്ട്, സ്കില്ലും അതും ഇതും ഒക്കെ ആപ്ലിക്കേഷനും ഒക്കെ ഉണ്ട്. ഓക്കെ,
community outreach coordinator build partnerships and foster relationship with the local people, NGOs and governmental organization. അവർ കോർഡിനേറ്റർ ആണ്. അവരെന്തോ ചെയ്യുന്നത്, അവർ ബിൽഡ് അവരൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എന്താ റിലേഷൻഷിപ്സ് കൊണ്ടുവരും. ആരൊക്കെയായിട്ടാണ്? ലോക്കൽ കമ്മ്യൂണിറ്റി, NGOs ആൻഡ് ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. അവരാണ് ഈ മറ്റേ ഈ ലോക്കൽ കമ്മ്യൂണിറ്റിയെയും NGOസിനെയും ഗവൺമെന്റ് ഓർഗനൈസേഷനെ എല്ലാം ഒരുമിച്ച് പിടിച്ചു നിർത്തുന്നത്. ഫെസിലിറ്റേറ്റ് community involvement in yes conservation initiatives and the promoting sustainable livelihood. ഇവരാണ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് എന്തുവാണ്? കമ്മ്യൂണിറ്റി ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ ഇൻവോൾവ്മെന്റ് ഫോർ കൺസർവേഷൻ ഇനിഷിയേഷൻസ് ആൻഡ് പ്രൊമോട്ടിംഗ് സസ്റ്റൈനബിൾ ലിവ്ലിഹുഡ്. ഞാൻ ഇത്രയും നേരം പറഞ്ഞായിരുന്നു നമ്മൾ ഫോറസ്റ്റുമായിട്ട് എന്ത് ഡീൽ ചെയ്യുകയാണെങ്കിൽ ലോക്കൽ കമ്മ്യൂണിറ്റിയുമായിട്ട് ഡീൽ ചെയ്യേണ്ട വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അവരെ അറിയണം, അവരുടെ കോപ്പറേഷൻ ഉള്ളത് നമുക്ക് വെരി നെസസറി ആണ് ഫോർ എ ഗുഡ് എന്താണ് ഗുഡ് മൂവ്മെന്റ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പോകാനായിട്ടെന്ന്. അപ്പൊ അതുമായിട്ടൊക്കെ അത് അതിനുള്ള പരിപാടികളെല്ലാം നോക്കുന്ന ആരാണ്? നമ്മുടെ കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് കോർഡിനേറ്റർ. കമ്മ്യൂണിറ്റി ആ പേരിൽ തന്നെയുണ്ട്, ഔട്ട്റീച്ച് ചെയ്യുന്നു ആരോടാ? കമ്മ്യൂണിറ്റിയോടാ, എന്നിട്ട് കോർഡിനേറ്റർ ചെയ്യും. അപ്പം കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് കോർഡിനേറ്റർ എന്നാണ് ആ ആളുടെ പേര്. ഓക്കെ, യെസ്. അയാൾ എന്തൊക്കെയായിരിക്കും അതിന് വേണ്ടി ചെയ്യുന്നത്? ഔട്ട്റീച്ച് പ്രോഗ്രാംസ്, വർക്ക്ഷോപ്സ്, ട്രെയിനിങ് സെഷൻസ് ഓൺ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആൻഡ് എൻവയോൺമെന്റ് സ്റ്റെവാർഡ്ഷിപ്പ്. ഓക്കെ, ഇതൊക്കെ ആയിരിക്കും അയാൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ക്വാളിഫിക്കേഷൻസ് ആൻഡ് എന്താണ് സ്കിൽസ്. അപ്പൊ ഇയാൾക്ക് എന്തുവാണ് ക്വാളിഫിക്കേഷൻസ് വേണ്ടത് എന്ന് പറയുമ്പോഴത്തേക്ക് ഡിഗ്രി അയാൾക്ക് മസ്റ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഇന്ററാക്ഷൻസും അതും ഇതും എല്ലാം ചെയ്യണമെങ്കിൽ ആ ഒരു ഒരുപാട് ചോദ്യങ്ങൾ അവർ ചോദിക്കുമായിരിക്കും. എന്തുകൊണ്ട് അത് കറക്റ്റ് ആയിട്ടുള്ളത്, എന്തുകൊണ്ട് ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യണം, അത് ചെയ്യണം. അപ്പൊ ക്ഷമാപൂർവ്വം എല്ലാത്തിൻ്റെയും പറയാനും ഒക്കെ ആയിട്ട് കുറച്ച് നോളജ് ഒക്കെ വേണം. അപ്പൊ അവർ പറയുന്നത് ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് വേണം, ഒരു BSc അല്ലെങ്കിൽ MSc ഇൻ സുവോളജി. അക്കൗണ്ടൻസി ഒന്നും അല്ല, അക്കൗണ്ടൻസിയോ അല്ലെങ്കിൽ ഉണ്ടോന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അതുമായിട്ട് എന്തെങ്കിലും ഒരു റിലേഷൻ ആയിട്ട് വരണം. എന്ത് സുവോളജി എടുക്കുവാണെങ്കിൽ ഓക്കെ, നമുക്ക് മനസ്സിലാക്കാം. സുവോളജി, വൈൽഡ് ലൈഫ് ബയോളജി ഒക്കെ എടുത്തവർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും വൈൽഡ് ലൈഫിന്റെ കാര്യങ്ങൾ. അപ്പൊ ഓരോരുത്തർക്ക് ഡൗട്ട് ചോദിക്കുക. അക്കൗണ്ടൻസി ഒക്കെ പഠിച്ച ആൾക്കാർക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും, അവർക്ക് ഒന്നും കൂടെ പഠിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഈ വൈൽഡ് ലൈഫ് ബയോളജി അല്ലെങ്കിൽ എൻവയോൺമെന്റൽ സയൻസ് ഒക്കെ എടുത്ത് BSc അല്ലെങ്കിൽ MSc ഇൻ എൻവയോൺമെന്റൽ സയൻസ് അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് ബയോളജി ഒക്കെ പഠിച്ചവർ ഓരോരോ ലോക്കൽ കമ്മ്യൂണിറ്റിയിലെ ഓരോരോ ആൾക്കാർ ഇങ്ങനെ ഓരോരോ ക്വസ്റ്റ്യൻ ചോദിക്കും. ഇതെന്താ അങ്ങനെ, അതെന്താ ഇങ്ങനെ, അവര് ബദറത്തില്ല. അവര് അങ്ങനെയല്ല ചേട്ടാ, അങ്ങനെയല്ല ചേച്ചി, ഇങ്ങനെയാണ്, ഇതുകൊണ്ടാണ്, ഇത് മനസ്സിലായോ ചേട്ടാ എന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പെട്ടെന്ന് പറ്റും. എന്ന് വെച്ചാൽ അത് നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും കാണാൻ പഠിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഇതിന് കറക്റ്റ് തറവായിട്ടുള്ള നോളജ് ഉള്ള ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റും. യെസ്, അതാണ് സ്ട്രോങ് ഫീൽഡ് വർക്ക് ആൻഡ് റിസർച്ച് സ്കില്ലാണ് അവർക്ക് വേണ്ടത്. നോളജ് ഓഫ് വൈൽഡ് ലൈഫ് എക്കോളജി അതൊക്കെ വേണം. കൺസർവേഷൻ പ്രിൻസിപ്പിളിൽ വേണം. ഡേറ്റ അനലൈസ് പ്രൊഫിഷ്യൻസി വേണം. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വെരി ഞാൻ ഇപ്പം പറഞ്ഞ എങ്ങനെ ചേട്ടാ, അങ്ങനല്ല ചേട്ടാ, ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ചേട്ടാ, ഇങ്ങനല്ല ചേച്ചി, അങ്ങനല്ല ചേച്ചി. ഇതാ എക്സലന്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം. നമ്മൾ അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യണം. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്താണ്? ഈ കമ്മ്യൂണിറ്റിയെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. എന്തിനാണ്? ഈ കൺസർവേഷൻ ഇനിഷ്യേഷൻസ് ഒക്കെ, കൺസർവേഷൻ ഇനിഷ്യേഷൻസിലും എന്താ പ്രൊമോട്ടിങ് സസ്റ്റൈനബിൾ ലൈവ്ലിഹുഡിലും ഒക്കെ ആയിട്ട് നമുക്ക് കൊണ്ടുവരണം. കൺസർവേഷൻ പ്രോഗ്രാംസിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടികളെല്ലാം ചെയ്യുന്നത്. അപ്പൊ അവർക്ക് വേണ്ട സ്കില്ലിൽ ഒന്നാണ് വൈൽഡ് ലൈഫ് നോളജ് വേണം. വൈൽഡ് ലൈഫ് എക്കോളജിയെ പറ്റി എന്തെങ്കിലുമൊക്കെ നോളജ് വേണം. സെക്കൻഡ് എന്ന് വെച്ചാൽ വെരി ഗുഡ് എക്സലന്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം. അനലൈസ് പ്രൊഫിഷ്യൻസി, അവർക്ക് നല്ല അനലിറ്റിക്കൽ നോളജ് വേണം. അനലൈസ് ചെയ്തിട്ട് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയാനും ഒത്തിട്ട് കൊണ്ടുവരാനും അവർക്ക് തന്നെ ഒരു അനലൈസ് ചെയ്യാൻ, അവരുടെ ലോക്കൽ ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു അനാലിസിസ് ചെയ്യാൻ, അവരുടെ കൈൻഡ് ഓഫ് ഇൻട്രസ്റ്റ് എന്തുവാന്നൊക്കെ അനലൈസ് ചെയ്ത്
ഒക്കെ പറയാനും അതിൻ്റെ ഒത്ത് ചെയ്യാനും ഒക്കെ പറ്റിയ അവരുടെ കോപ്പറേഷൻ നമുക്ക് പെട്ടെന്ന് കിട്ടും. അതൊക്കെ ചെയ്യാനും കൺസർവേഷൻ പ്രിൻസിപ്പിൾസിൽ നോളജ് ഓൺ വൈൽഡ് ലൈഫ് എക്കോളജി ആൻഡ് കൺസർവേഷൻ പ്രിൻസിപ്പിൾ, പിന്നെ റിസർച്ച് വർക്ക് ഒക്കെ, ഫീൽഡ് വർക്ക്, സ്ട്രോങ് ഫീൽഡ് വർക്ക് ആൻഡ് റിസർച്ച് വർക്ക്. അത് ഫ്രീ വീട്ടിൽ അവരുടെ ഓഫീസിൽ ഇരുന്ന കാര്യങ്ങൾ നടക്കത്തില്ല, അങ്ങോട്ട് പോകേണ്ടി വരും. അപ്പൊ സ്ട്രോങ് ഫീൽഡ് വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി ആണ്, റിസർച്ച് സ്കിൽസ് കാണണം, ഇന്റർ പേഴ്സണൽ സ്കിൽസ് ആൻഡ് ഇന്റർപേഴ്സണൽ സ്കിൽസ് വേണം, പ്രൊജക്ട് മാനേജ്മെന്റ് എബിലിറ്റി, ഒരു പ്രൊജക്ട് എന്നാൽ അത് മാനേജ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി, പിന്നെ പാഷൻ ഫോർ വൈൽഡ് ലൈഫ് ആൻഡ് എൻവയോൺമെന്റൽ കൺസർവേഷൻ. ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ മെനക്കെട്ട പരിപാടിയാണ്, ഭയങ്കര മെനക്കെട്ട പരിപാടി. ഒരാൾ എന്ന് കൺവിൻസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അടുത്ത ആൾ കൺവിൻസ് ആവത്തില്ല, ഇവരെല്ലാം കൺവിൻസ് ചെയ്ത് വന്ന് അവരുടെ ഗ്രൂപ്പിന്റെ ലീഡർ പറയും പറ്റത്തില്ല, നടക്കുന്ന കാര്യമല്ല, ദാ പോയി എല്ലാവരെയും നമ്മൾ ഇത്ര നേരമായിട്ട് കൺവിൻസ് ചെയ്ത് ദാ പോയി എല്ലാവരും. അല്ലെങ്കിൽ ലീഡറും ഓക്കെയാണ്, പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഏതോ ഒരാൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കൊച്ചാ, അല്ലെങ്കിൽ ആളാ പറയാൻ എനിക്ക് ഇഷ്ടമല്ല, ഇതാ പോയി എല്ലാവർക്കും. അല്ല, പിന്നെ കൂട്ടത്തിൽ ഒരാൾക്ക് കുറച്ചും കൂടെ നല്ല എന്താണ് വിദ്യാഭ്യാസവും അതും ഇതൊക്കെ ഉണ്ട്, എല്ലാവർക്കും വിദ്യാഭ്യാസം ഒക്കെ ഉണ്ട്, പക്ഷെ ആ ആൾക്ക് കുറച്ച് നല്ല വിദ്യാഭ്യാസം ഉണ്ടെന്ന് വിചാരിച്ചു അയാൾക്കൊരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിനും അതിനും ഇതിനും ഒക്കെ വേണ്ടിയിട്ടാണ് അയാൾ നോക്കുന്നതെന്ന് വെച്ചാൽ അയാൾക്ക് ഈ വൈൽഡ് ലൈഫുമായിട്ട് ബേസിക്കലി ഒരു ഇൻട്രസ്റ്റും ഇല്ല, എഡ്യൂക്കേഷൻ ഒക്കെ വെരി ഹൈ ലെവലാണ്, പക്ഷെ അയാൾക്ക് ഇതുമായിട്ട് വലിയ ഇതില്ല, എന്തോ പറയുന്നത്, വൈൽഡ് ലൈഫ് കൺസർവേഷനോട് വലിയ പാഷൻ ഒന്നും ഇല്ല. അപ്പൊ അയാൾ നോ പറഞ്ഞു എന്ന് വെച്ചു. അപ്പൊ നമുക്ക് എന്തുവാ, ബാക്കിയുള്ളവർ വിചാരിക്കില്ല ഇത് ശരിയല്ല, ഇത് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് അവരത് വിശ്വസിക്കും എന്നല്ല ഞാൻ പറഞ്ഞാൽ, അവർക്കൊരു കൺഫ്യൂഷൻസ് വരും. അപ്പൊ ഒരു മിനിറ്റ് വീണ്ടും നമ്മൾ ഇത്രയും ബിൽഡ് ചെയ്തോണ്ട് വന്ന് അത് ഒരു ഇച്ചിരി ഒന്ന് താഴും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും നമ്മുടെ അനാലിസിസ് സ്കില്ലും അതെല്ലാം അവിടെ വർക്കാം. ഡേറ്റ അനാലിസിസ് നമുക്ക് പറയാൻ പറ്റണം. പിന്നെ നല്ല വൈഡ് നോളജ് വേണം എക്കോളജി, അല്ല നമ്മുടെ എക്കോളജി ഇങ്ങനെയാണ്, ഇത്രയും ഇതാണ്, അപ്പം അങ്ങനെയാണ് ഇപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളെല്ലാം നമുക്ക് പറയാൻ പറ്റണം. പിന്നെ ഇത് മാനേജ്, ആ പ്രൊജക്ട് നടക്കണമെങ്കിൽ ഇവരെ കൺവിൻസ് ചെയ്യണം, അപ്പൊ അതിനെ മാനേജ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി വേണം. പിന്നെ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കാൻ കഷ്ടപ്പാടാണ്, അതിനൊക്കെ ചെയ്യണമെങ്കിൽ എന്താ വേണം, പാഷൻ വേണം. അല്ലാതെ ഇത് നടക്കുന്ന കാര്യമല്ല. പാഷൻ ഫോർ വൈൽഡ് ലൈഫ് എന്ന് വെച്ചാൽ എന്താ, ഫീൽഡ് വർക്ക് ഒരിടത്ത് ഇരുന്ന് ചെയ്യുന്നില്ല, രാവിലെ തുടങ്ങും കഷ്ടപ്പാട്. ഓക്കെ, സ്ട്രോങ് ഫീൽഡ് വർക്ക് ആൻഡ് റിസർച്ച് സ്കിൽ വേണം. പിന്നെ ഇതെല്ലാം ചെയ്യണമെങ്കിൽ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയണമെങ്കിൽ കുറെ നേരമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക, അത് മാത്രം പറയാൻ പറ്റത്തില്ല, പാഷൻ ഫോർ വൈൽഡ് ലൈഫ് ആൻഡ് എൻവയോൺമെന്റൽ കൺസർവേഷൻ. മനസ്സിലായോ? ഓക്കെ, അടുത്തതെന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ ആണ്. ആപ്ലിക്കേഷൻ പ്രോസസ്സ്, ഇതിന് വേണ്ടി എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? ഓക്കെ, ഫൈൻ. ഇതൊക്കെ നമുക്ക് ഇഷ്ടമായി, ഇതൊക്കെ നമുക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. BSc അല്ലെങ്കിൽ MSc ഉണ്ട് നമുക്ക്, അല്ലെങ്കിൽ നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പം നമുക്ക് ചെയ്യാം. എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തോ ചെയ്യും, ഒരു മിനിറ്റ്. ഓക്കെ, ആപ്ലിക്കേഷൻ പ്രോസസ്സുകൾ എങ്ങനെയാണ്? ആപ്ലിക്കേഷൻ പ്രോസസ്സുകൾ എന്ന് പറയുമ്പോൾ NGOs typically advertise the job openings and their website only through professional networks. Professional networks. Our advice in job openings advertise on their website or only through professional website. Our website അല്ലെങ്കിൽ professional network, professional നെറ്റ്വർക്സിൽ കൂടെ മാത്രമായിരിക്കും. കാൻഡിഡേറ്റ്സ് നീഡ് ടു സബ്മിറ്റ് ദെയർ റെസ്യൂമെ അറിയാലോ, CV എന്നൊക്കെ നമ്മൾ പറയും, നമ്മുടെ പേര്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, നമ്മുടെ സ്കില്ല്, നമ്മുടെ ഹോബീസും അതും ഇതും എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ പടവും എല്ലാം ഒക്കെ വെച്ചിട്ട്, നമ്മുടെ അഡ്രസ്സും അതും ഇതും എല്ലാം വെച്ചിട്ട് നമ്മൾ ബേസിക് ഏത് ഇന്റർവ്യൂവിന് പോകുമ്പോഴും നമ്മൾ കൂടെ ക്യാരി ചെയ്യുന്ന ഒരു സാധനം, അതാണ് നമ്മുടെ CV അല്ലെങ്കിൽ റെസ്യൂമെ എന്ന് പറയുന്ന സംഭവം. അത് the candidate need to submit their resume along with the covering letter detailing their qualification, experience. അതൊക്കെ തന്നെ ഞാൻ പറഞ്ഞു. ഒരു ലെറ്റർ ഡീറ്റെയിലിംഗ് എക്സ്പീരിയൻസ്, ക്വാളിഫിക്കേഷൻ, MSc BSc എന്തുവാണ്, ഇൻട്രസ്റ്റ് ഫോർ വൈൽഡ് ലൈഫ് കൺസർവേഷൻ, എക്സ്പീരിയൻസ് എല്ലാം. ഓക്കെ,
And the positions may involve field work in remote locations. അതാണ് ഞാൻ പറഞ്ഞ റിമോട്ട് ലൊക്കേഷൻസിലൊക്കെ ഫീൽഡ് വർക്ക് കാണപ്പെടും. Requiring flexibility and a commitment to conservation goals. അപ്പം നമുക്ക് വെരി ഫ്ലെക്സിബിൾ ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു എബിലിറ്റി ആണ്. വെരി ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് വെരി ഡിസിഷൻ മേക്കിംഗ് പവർ ആണ്. അല്ല എനിക്ക് ഫീൽഡ് വർക്കിൽ പോയാലേ പറ്റൂ എന്നൊക്കെ പറയുമ്പോൾ വെരി സ്ട്രോങ് പേഴ്സണാലിറ്റികൾക്ക് മാത്രമേ ഇതപ്പം പെട്ടെന്ന് ചെയ്യാൻ പറ്റും. റിമോട്ട് ലൊക്കാലിറ്റിയിലോട്ടൊക്കെ ഫീൽഡ് വർക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കുറെ ആൾക്കാർക്കൊക്കെ ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പൊ അവിടെ പിടിച്ചൊക്കെ കുറച്ച് കഷ്ടപ്പാടാണെന്ന് ചുരുക്കം. ആൻഡ് ആ കമ്മിറ്റ്മെന്റ് വേണം. വെരി ഫ്ലെക്സിബിൾ റിക്വയർസ് എ ഫ്ലെക്സിബിലിറ്റി ആൻഡ് കമ്മിറ്റ്മെന്റ് ടു കൺസർവേഷൻ ഗോൾസ് ആണ്. വർക്കിംഗ് ഇൻ NGOs focused on wildlife conservation provides a rewarding career path for the zoology graduates or post graduates അല്ല post graduates who are എന്താണ് passionate about protecting biodiversity and contributing to sustainable development initiatives. Okay, yes, some positions may require additional qualification or experience in specific areas such as GIS ന്റെ ഫുൾ ഫോം എന്തുവാ അതവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ എഴുതേണ്ട കാര്യമില്ലല്ലോ. GIS അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഓർ കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റിലൊക്കെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ അല്ലെങ്കിൽ അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് ഒക്കെ കാണിക്കേണ്ടി വരും. GIS എന്ന് വെച്ചാൽ ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്നാണ് പറയുന്നത്. എന്താണത്? ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, നമ്മൾ മറ്റേതൊന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്നും കൂടെ ഒന്ന് പറഞ്ഞു. ഞാൻ വായിച്ചങ്ങ് പോയതല്ലേ ഉള്ളൂ. ആപ്ലിക്കേഷൻ പ്രൊസീജിയർ NGOs എന്തോ ചെയ്യുന്നത് ടിപ്പിക്കലി അവരുടെ ജോബ് ഓപ്പണിങ്സും അഡ്വർടൈസ്മെന്റും എല്ലാം നടക്കുന്നത് അവരുടെ വെബ്സൈറ്റിൽ കൂടെ അല്ലെങ്കിൽ പ്രൊഫഷണൽ നെറ്റ്വർക്ക്സ് ഒക്കെ ഉണ്ട് അവരുടെ. അപ്പൊ അതിൽ കൂടെ ആയിരിക്കും. അപ്പൊ അതിൽ കയറിയിട്ട് കാൻഡിഡേറ്റ് എന്തോ ചെയ്യണേ, സബ്മിറ്റ് ചെയ്യണം അവരുടെ റെസ്യൂമെ വിത്ത് കവർ ലെറ്റർ. റെസ്യൂമെ സബ്മിറ്റ് ചെയ്യണം വിത്ത് കവറിംഗ് ലെറ്റർ. ഒരു ലെറ്ററും കാണണം അതിൽ. എന്താണ് കത്തുന്ന ഉദ്ദേശിച്ച മറ്റേ ലെറ്റർ ABCD ലെറ്റർ അല്ല കേട്ടോ. ഡീറ്റെയിലിംഗ് എന്തൊക്കെയാണ് അവരുടെ ക്വാളിഫിക്കേഷൻസ് വേണം, എക്സ്പീരിയൻസ് വേണം. പിന്നെ അവർക്കൊരു വളരെ പാഷനേറ്റ്, ഐ എം വെരി പാഷനേറ്റ് ടുവേർഡ്സ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ എന്നൊക്കെ പറയുന്നത് ഞാൻ ഭയങ്കര പാഷനേറ്റ്. പണ്ട് തൊട്ടേ ഞാൻ എപ്പം എൻ്റെ ഫ്രീ ടൈമിലും ഞാൻ ചെടികളൊക്കെ നട്ടു വളർത്താറേ ഉള്ളൂ എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് എന്താ ഇത്രയ്ക്കൊന്നും മാർക്ക് ചെയ്തതല്ലേ. സത്യത്തിൽ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ എഴുതിക്കുക, അല്ലെങ്കിൽ ഇത്രയും ബുക്ക് ചെയ്തതല്ലേ. ഓക്കെ, ഇൻട്രസ്റ്റ് ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഒക്കെ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. എന്നിട്ട് പൊസിഷൻസ് ഇൻ അപ്പൊ ഈ ഫീൽഡ് എന്ന് വെച്ചാൽ എന്താണ് കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് കോർഡിനേറ്ററിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് റൂട്ട് ലൊക്കേഷൻസ്, റിമോട്ട് എന്ന് വെച്ചാൽ അകത്തുള്ളിലോട്ട് അല്ലെങ്കിൽ കുറച്ച് ഡെവലപ്മെന്റ് അത്ര എത്താത്തതെന്നാണെന്ന് എന്റെ വിശ്വാസം. far away എന്നൊക്കെയേ ഉള്ളൂ. far off, distant, far removed, distant. കുറച്ച് ദൂരെ, അകത്തോട്ടുള്ള, ഉൾപ്രദേശങ്ങൾ എന്നൊക്കെയാണ് ബേസിക്കലി ഉദ്ദേശിച്ചത്. ആ ഭാഗത്തൊക്കെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ റിക്വയർസ് എ വെരി ബിഗ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് കമ്മിറ്റ്മെന്റ് വേണം. അതൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് കമ്മിറ്റ്മെന്റ് വേണം. അല്ലാതെ നമ്മൾ ചുമ്മാ പൈസ ഉണ്ടാക്കാനായിട്ട് പോയാൽ നമ്മളെ കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ ഫ്ലെക്സിബിലിറ്റി, കമ്മിറ്റ്മെന്റ് ഒക്കെ വേണം കൺസർവേഷൻ ഗോൾസിലേക്ക്. പിന്നെ വർക്കിംഗ് ഇൻ NGOs, നമുക്ക് വർക്ക് ചെയ്യുന്നു ഇൻ NGOs ഫോക്കസിങ് ഓൺ വൈൽഡ് ലൈഫ് കൺസർവേഷൻ. നമ്മൾ കുറെ NGOസിനെ പറഞ്ഞിരുന്നു. അതിൽ കുറെയൊക്കെ വൈൽഡ് ലൈഫ് SOS ഉണ്ടായിരുന്നു. വേണം ഇനി കം ബാക്ക് ടു ദാറ്റ് പേജ്.
ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഒന്ന് എന്താണ് WWF വേൾഡ് വൈൽഡ് ഫണ്ട് ഫോർ നേച്ചർ, അതുണ്ട്. പിന്നെ ATREE കണ്ടോ, അത് എന്താ അശോക ട്രസ്റ്റ് ഫോർ റിസർച്ച് ആൻഡ് എക്കോളജി ആൻഡ് എൻവയോൺമെന്റ്, സോറി റിസർച്ച് ട്രസ്റ്റ് ഫോർ അശോക അശോക ട്രസ്റ്റ് ഫോർ റിസർച്ച് ഇൻ എക്കോളജി ആൻഡ് ദ എൻവയോൺമെന്റ്, അതാണ്. എട്രി എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ അശോക, ടി എന്ന് വെച്ചാൽ ട്രസ്റ്റ് ഫോർ റിസർച്ച് റിസർച്ച് ഇൻ എക്കോളജി ആൻഡ് എൻവയോൺമെന്റ്. അതായത് മറ്റേ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതുണ്ട്. പിന്നെ വൈൽഡ് ലൈഫ് SOS ഉണ്ട്, വൈൽഡ് ലൈഫ് SOS ഉണ്ട്, വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, വൈൽഡ് ലൈഫ് SOS ഉണ്ട്, വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഉണ്ട്. പിന്നെ നേച്ചർ കൺസർവേഷൻ ഫൗണ്ടേഷൻ ഉണ്ട്, NCF നേച്ചർ കൺസർവേഷൻ ഫൗണ്ടേഷൻ ഉണ്ട്, സെന്റർ ഫോർ വൈൽഡ് ലൈഫ് സ്റ്റഡീസ് ഉണ്ട്. ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം എന്തുവാണ് സുവോളജി ഗ്രാജുവേറ്റ്സിന് പോകാൻ പറ്റുന്നത്. മറ്റേ ബേസിക്കലി എന്തുവാണ് വൈൽഡ് ലൈഫ് ഒക്കെ ആയിട്ട് എൻവയോൺമെന്റ് ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള NGOs ആണ് അതൊക്കെ. ഓക്കെ, അവിടോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ എന്താണ് സുവോളജി ഗ്രാജുവേറ്റ്സിനും പോസ്റ്റ് ഗ്രാജുവേറ്റ്സിനും ഒക്കെ ഭയങ്കര ആയിട്ടുള്ള നല്ല പൊസിഷൻസും അതും ഒക്കെ കിട്ടും, ഇഫ് യു ആർ പാഷനേറ്റ് ഇനഫ് ഫോർ ദാറ്റ്. അപ്പം ചില പൊസിഷൻസ് എന്തുമായിട്ട് റിക്വയർ ചെയ്യുന്നത് എക്സ്ട്രാ ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് അല്ല സോറി എക്സ്പീരിയൻസ് ഒക്കെ റിക്വയർ ചെയ്യും. ലൈക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റിലുള്ള ചിലപ്പോൾ എക്സ്പീരിയൻസ് ആയിരിക്കും. സിസ്റ്റമാറ്റിക് അല്ല സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് കാണും. പിന്നെ GIS എന്തോ ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം, GIS എന്താണ്? GIS എന്ന് പറയുമ്പോൾ ജോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം, അതൊക്കെ വേണ്ടി വരും. സോ ബേസിക്കലി നമുക്ക് ഇവിടം വെച്ചിട്ട് ഇതിനെ കൺക്ലൂഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അടുത്ത പാർട്ടിലായിട്ട് ഞാൻ സ്പെസിഫിക് കരിയർ ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞുതരാം. ഓക്കെ, അതും കൂടി ഇത് എടുത്താൽ ഭയങ്കര ലോങ് വീഡിയോ ആയിപ്പോൾ ഭയങ്കര വൈകും. സോ നമുക്ക് വേറൊരു ദിവസം കണ്ടുമുട്ടാം. ഓക്കെ, ബൈ. താങ്ക് യു സോ മച്ച്.